ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇന്ന് 7ാമത്തെ ദിവസമാണ് നമ്മുടെ ഈ പരിഷത്തിൻ്റെ പ്രഭാഷണങ്ങളും എല്ലാമായിട്ട് തുടങ്ങി. ഇന്ന് ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നതിന് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ശ്രീ രാജേഷ് നാദാപുരം. അദ്ദേഹം ഇതിനു മുമ്പും പല പ്രാവശ്യം നമ്മുടെ ഈ മണൽപ്പുറത്ത് പന്തലിൽ പ്രഭാഷണം നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹം സനാതനധർമ്മ പാഠശാലയുടെ ആചാര്യനുമാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം പല പ്രാവശ്യം കേട്ടിട്ട് സമയമില്ലാതെ പോയ പ്രോബ്ലങ്ങൾ മാത്രമേ നമുക്കുണ്ടായിട്ടുള്ളൂ. ഇതിനു മുമ്പും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ചെയ്യാൻ നേരത്തെ സമയം മുഴുവൻ കിട്ടാൻ സാധിച്ചില്ല. പക്ഷേ ഇന്ന് അതിനുള്ള സൗകര്യമുണ്ട്, നമുക്ക് ആവശ്യമായ സമയമുണ്ട്. ഞാൻ ആദരപൂർവം ശ്രീ രാജേഷ് നാദാപുരത്തിനെ സ്വാഗതം ചെയ്യുന്നു. നാം അവശ്യം അനുവർത്തിക്കേണ്ടത് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്നതിനായി സനാതന ധർമ്മ പാഠശാല ആചാര്യൻ ശ്രീ രാജേഷ് നാദാപുരത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വേദിയിലും സദസ്സിലും സന്നിഹിതരായ സ്നേഹനിധികളായ പ്രിയ സജ്ജനങ്ങളെ ഏവർക്കും സാദര നമസ്കാരം. വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി തിരുവടികൾ തുടക്കം കുറിച്ച ഈ ഒരു ഹിന്ദു മഹാസമ്മേളനം ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴാണ് വളരെ സന്തോഷത്തിൻ്റെ ഒരു ശുഭമുഹൂർത്തത്തിൽ നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്ന വിഷയത്തെ അധികരിച്ച് അല്പസമയം എന്നോട് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും വളരെ സന്തോഷം തോന്നുന്ന ഒരു വർഷമാണ് നമുക്ക് 2024. 1528 തകർക്കപ്പെട്ട അയോധ്യയിലെ രാമക്ഷേത്രം 496 വർഷത്തെ നിരന്തരമായ പോരാട്ടത്തിനൊടുവിൽ 77 യുദ്ധത്തിൽ 3 ലക്ഷത്തിൽ പരം ഹിന്ദുക്കൾ ജീവൻ ബലിദാനം നൽകി തിരിച്ചു പിടിച്ചു. അത് പ്രാണപ്രതിഷ്ഠയെ ചെയ്തു. ഇത്രയും കാലം ഒരു ഷെഡിനുള്ളിലായിരുന്ന ശ്രീരാമചന്ദ്ര മഹാദേവനെ പ്രൗഢിക്കൊത്ത മഹാക്ഷേത്രത്തിന്റെ ഉള്ളിലെ ശ്രീകോവിൽ വെച്ച് കാണുവാൻ അവസരം ലഭിച്ച ധന്യാത്മാക്കളായി ജീവിക്കുന്ന ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഹിന്ദു എന്ന വാക്കുച്ചരിക്കുമ്പോൾ തന്നെ അഭിമാനം കൊണ്ട് മനസ്സ് ഉയരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഒരു 50 വർഷം മുമ്പ് വരെ ഹിന്ദുവായി ജനിച്ചതിൽ അഭിമാനിക്കാത്ത, ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ ചന്ദനക്കുറി മായ്ച്ചു കളഞ്ഞ ഹിന്ദുവിൽ നിന്ന് ഇന്ന് ഞാനൊരു ഹിന്ദുവാണെന്ന് അഭിമാനത്തോടു കൂടി പറയുവാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ ധർമ്മം, നമ്മുടെ തത്വശാസ്ത്രം, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങളെല്ലാം തന്നെ വൈവിധ്യമാണ് എങ്കിൽ അതിലേകതയുമുണ്ട്. ലോകത്തിൽ ഏതെല്ലാം മതങ്ങളുണ്ട്, ആ മതങ്ങളെല്ലാം നമുക്ക് ഈ ഭാരതത്തിൽ കാണുവാൻ കഴിയും. മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിലേക്ക് വന്നപ്പോൾ ഹിന്ദുക്കൾ അവരെ സ്വീകരിച്ചു, അവർക്ക് പള്ളി പണിതു കൊടുത്തു. സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതവുമായി വന്നപ്പോൾ ഹിന്ദുക്കൾ അവരെ സ്വീകരിച്ചു, നമ്മൾ അവർക്ക് ചർച്ച് പണിതു കൊടുത്തു. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കൊന്ന സമയത്ത് വിവേകാനന്ദ സ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ പുത്രിയാൽ നിഷ്കാഷിതയായ മാതാവായിരുന്നു ജൂതന്മാർ. ഇസ്രായേലിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട ജൂതന്മാരെ ലോകം മുഴുവൻ വേട്ടയാടിക്കൊന്നു. എന്നാൽ ഭാരതം അവരെ സ്വീകരിച്ചു. മുംബൈയിലും കൊൽക്കത്തയിലും കൊച്ചിയിലും നമ്മൾ അവർക്ക് മാതൃകാ കോളനികൾ പണിതു കൊടുത്തു. നമ്മുടെ പ്രധാനമന്ത്രിക്ക് പരമോന്നത ബഹുമതി നൽകിക്കൊണ്ട് ഇസ്രായേൽ പറഞ്ഞു, അങ്ങ് കിഴക്കൊരു നാടുണ്ട്, സമസ്ത ലോകത്തിനും വെളിച്ചം വിതറിയ ഭാരതം എന്ന നാട്. നമ്മുടെ പൂർവികന്മാരുടെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി ചോര പൊടിയാതെ നമ്മുടെ പൂർവികരെ സംരക്ഷിച്ച നാട്. ആ നാടിന്റെ പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് വരുന്നു. അതുകൊണ്ട് 2 ദിവസം ഇവിടെ അവധിയാണ്. ആ രാഷ്ട്രം അവരുടെ പരമോന്നത ബഹുമതി നൽകി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ആദരിച്ചു.
ആ ജൂതന് കടപ്പാടുള്ള ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയെയും സ്വീകരിച്ച് മതമല്ല പ്രശ്നം, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പ്രഖ്യാപിച്ച മാർക്സിന്റെ കമ്മ്യൂണിസത്തെ ഇരുവൈകൾ നീട്ടി സ്വീകരിച്ച് ജനാധിപത്യ രീതിയിൽ 57-ൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ സൃഷ്ടിച്ചു കൊടുത്തത് നമ്മളായിരുന്നു. എന്തുകൊണ്ട്? സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയാറുണ്ട്, ഈ വൈവിധ്യമെല്ലാം ഇവിടെ നിലനിൽക്കുന്നത് 950-ൽ നമുക്കൊരു ഭരണഘടന ഉണ്ടായത് കൊണ്ടാണ് എന്ന്. തെറ്റ്. ഭരണഘടന ഉണ്ടാകുന്നതിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിലേക്ക് വന്ന മതങ്ങളെ, ഇസങ്ങളെ സ്വന്തം ഹൃദയത്തിലേക്ക് ആവാഹിച്ചവരാണ് നമ്മൾ ഹിന്ദുക്കൾ. ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് അംബേദ്കർ പറഞ്ഞിട്ടില്ല. 950 ജനുവരി 26 ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടായപ്പോൾ ആ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്കുണ്ടായിരുന്നില്ല. ഇന്ത്യ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ് പറഞ്ഞത്. 75-ൽ ഇന്ദിരാജിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം അഥവാ സെക്യുലറിസം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത്. എന്തുകൊണ്ടാണ് ഭരണഘടന എഴുതിയ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം ഉണ്ടാകണമെന്ന് ഹിന്ദുക്കളോട് പറയാതിരുന്നത്? അത് തവളയോട് ചാട്ടം അറിയാമോ എന്ന് ചോദിക്കുന്നത് പോലെ അപഹാസ്യവും പരിഹാസ്യവുമാണെന്ന് ഭരണഘടനാ ശില്പിക്കറിയാം. കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മതങ്ങളും ഇസങ്ങളും എല്ലാം ഇവിടേക്ക് വന്നപ്പോൾ അവരെ സ്വീകരിച്ച ഹിന്ദുവിന്റെ ഒരു ഭരണഘടന ഒരു ശ്ലോകത്തിലാണ്: ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. വെണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകിയേമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ, സർവദേവ നമസ്കാരം, നിങ്ങൾ 33 കോടി ദൈവങ്ങളെ ആരാധിച്ചോളൂ, ഒടുവിൽ കേശവം പ്രതിഗച്ഛതി, ഏകമാകുന്ന ഈശ്വരനിൽ വന്നു ചേരും. അതുകൊണ്ട് ഹിന്ദുക്കളായ നമുക്ക് ദൈവം 1 2 അല്ല, 33 കോടി ദൈവങ്ങളാണ്. കാളിയും ഭദ്രകാളിയും കുട്ടിച്ചാത്തനും കരിങ്കുട്ടിച്ചാത്തനും എല്ലാം അടങ്ങുന്ന 33 കോടി ദൈവങ്ങൾ ഏകമാകുന്ന ഈശ്വരനിലേക്കുള്ള വഴികളാണെന്ന് വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ എല്ലാ മതങ്ങളെയും സ്വീകരിച്ചു. ആ 33 കോടി ദൈവങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു യഹോവയെ, ഒരു അള്ളാഹുവിനെ വെക്കുവാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പര എന്ന് പറയുന്ന ആ ഗുരുക്കന്മാരുടെ കൂട്ടത്തിലേക്ക് ഒരു മുഹമ്മദ് നബിയെ, ഒരു യേശുദേവനെ വെക്കുവാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. 4 വേദങ്ങളും 5 ഉപവേദങ്ങളും 6 വേദാംഗങ്ങളും 18 പുരാണങ്ങളും 108 ഉപനിഷത്തുകളും 2 ഇതിഹാസങ്ങളും 64 കലകളും അർത്ഥശാസ്ത്രവും കാമശാസ്ത്രവുമാൽ സമ്പുഷ്ടമാക്കപ്പെട്ട ഹൈന്ദവ ദാർശനിക ഗ്രന്ഥശേഖരത്തിനിടയിലേക്ക് ഒരു ഖുറാനും ബൈബിളും 10 കൽപ്പനയും വെക്കുവാൻ ഹിന്ദുവിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മുടെ വിശാലമായ കാഴ്ചപ്പാട്. എന്നാൽ ഈ വിശാലമായ കാഴ്ചപ്പാട് സദ്ഗുണ വൈകൃതമായിട്ട് അധപ്പതിച്ചു എന്ന് VD സവർക്കർ പറഞ്ഞു. എന്ത് സംഭവിച്ചു? മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുറിഞ്ഞറ്റു വീണു മനോരമ്യലങ്ക, മഹാദേവിനിൻ കാലിലെ പൊൻചിലങ്ക. ഗാന്ധാരദേശം ഇന്നത്തെ ഒസാമ ബിൻ ലാദന്റെ അഫ്ഗാനിസ്ഥാൻ, പാഞ്ചാലദേശം ഇന്നത്തെ പാകിസ്ഥാൻ ഭീകര ഉൽപാദന ഫാക്ടറിയാണ്. ബംഗാളദേശം ഇന്നത്തെ ബംഗ്ലാദേശ്, ബ്രഹ്മപ്രദേശം ഇന്നത്തെ മ്യാൻമാർ. കുബേരന്റെ സാമ്രാജ്യം, അവിടുന്ന് കുബേരനെ ആട്ടി ഓടിച്ചിട്ടാണ് രാവണൻ പിടിച്ചുകൊണ്ടുപോയത്. അത് സ്വന്തമായിട്ട് വിമാനമുള്ള ആളായിരുന്നു കുബേരൻ, പുഷ്പക വിമാനം. ആ കുബേരന്റെ സാമ്രാജ്യം സ്വർണ്ണമയൂര ലങ്കയിൽ നിന്ന്, അദ്ദേഹത്തെ ആട്ടി ഓടിച്ച സ്വർണം കൊണ്ട് നിർമ്മിച്ച ലങ്കയിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുമ്പോൾ 64 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചിരുന്ന എൻ്റെ ഭാരതത്തിന്റെ ഇന്നത്തെ വലിപ്പം 36 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററായി ഒതുങ്ങിപ്പോയെങ്കിൽ നാം ഹിന്ദുക്കൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? 33 കോടി ദൈവങ്ങളുടെ കൈകളിലേക്ക് നോക്കൂ. ഒരു കൈയിൽ താമരയുണ്ടെങ്കിൽ, ശംഖുണ്ടെങ്കിൽ, മറുകൈയിൽ ഗദയുണ്ട്, കുന്തമുണ്ട്, ചക്രമുണ്ട്, വാളുണ്ട്. ഭഗവാൻ വിഷ്ണു, വിഷ്ണു എന്നാൽ സർവവ്യാപി. ഭഗവാന് 4 കൈകൾ. ആദ്യത്തെ കൈയിലുള്ളത് ശംഖ്. ശംഖ് എന്ന് പറഞ്ഞാൽ ഒരു ജലജീവിയാണ്. ആ ശംഖിനെ നിർമ്മിക്കുന്നത് ആ ജലജീവിയുടെ മാംസത്തെ എടുത്തു കളഞ്ഞാൽ ശരീരബോധം ഉപേക്ഷിക്കപ്പെട്ട ശംഖ് ഊതിയപ്പോൾ പ്രണവാകാരം ഓങ്കാരം പുറത്തേക്ക് വന്നു. ശംഖിൽ നിന്നും ഓങ്കാരം പുറത്തേക്ക് വരുന്നു.
ഭഗവാന്റെ രണ്ടാമത്തെ കയ്യിൽ ചക്രമാണ്. ചക്രം ചലനമാണ്. ചലനം ചലനം രാപ്പകൽ ചലനം. ചലനമെന്നതേ ജീവിതധർമ്മം. നിരന്തരം ചലിക്കുന്നു. ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും സൗരയൂഥവുമെല്ലാം നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശ്രമാവസ്ഥ, സൺഡേ ഹോളിഡേ എന്ന കാഴ്ചപ്പാട് പ്രകൃതിയിലും ദൈവത്തിനും ഈശ്വരനുമില്ല എന്ന് നാം അറിയണം. ചലനം, നിരന്തരമായ ചലനം. മൂന്നാമത്തെ കയ്യിലുള്ളത് ഗദയാണ്. ഗദ എന്നാൽ തച്ചുടക്കുക. സകല പ്രതിസന്ധികളെയും വിഘ്നങ്ങളെയും തച്ചുടക്കുന്ന ഗദയായിട്ട് മനസ്സും ശരീരത്തെ പാകപ്പെടുത്തുവാനുള്ളതാണ് ഭഗവാന്റെ മൂന്നാമത്തെ തൃക്കൈയിലെ ഗദ. നാലാമത്തതിൽ താമര. താമര വളരുന്നത് ചെളിയിലാണ്. പക്ഷേ താമരയെ ചെളി ബാധിക്കുന്നില്ല. മാലിന്യങ്ങൾ നിറഞ്ഞ ചെളിയിൽ പുതച്ച് വളർന്ന് വലുതാകുമ്പോഴും പൂജാപുഷ്പങ്ങളിൽ ഒന്നാമതായിട്ട് താമര മാറുന്നത്, താമരയ വളരുന്നത് ചെളിയിലാണെങ്കിലും ചെളിയുടെ യാതൊരു ഗുണങ്ങളും താമരയ്ക്ക് ബാധകമല്ല. നാം ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, ബീവറേജിന്റെ കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ എത്രയെത്ര വന്നുകൊള്ളട്ടെ കേരളത്തിൽ, അതൊന്നും നമ്മെ ബാധിക്കാതിരിക്കുവാൻ താമരയെ ഉപമിക്കുന്നു എങ്കിൽ ആയുധം ധരിക്കാത്ത ഒരു ദേവീദേവരെയും കാണുവാൻ നമുക്ക് കഴിയില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് അഫ്ഗാനിസ്ഥാനവും പാഞ്ചാലം എന്ന പാകിസ്ഥാനവും ബംഗാളം എന്ന ബംഗ്ലാദേശ് ഉണ്ടായത്? വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ബുദ്ധൻ ഒരാട്ടിൻകുട്ടിയെ രക്ഷിച്ചു. പക്ഷേ ബുദ്ധിസ്റ്റുകൾ 1000 വർഷക്കാലത്ത് അടിമത്വം ഭാരതത്തിന് സമ്മാനിച്ചുവെന്ന്. കപിലവസ്തുവിലെ സിദ്ധാർത്ഥ രാജകുമാരൻ ശ്രീബുദ്ധനായി മാറിയപ്പോൾ രാജാക്കന്മാരുടെ മതമായിട്ട് ബുദ്ധമതം മാറി. കലിംഗ യുദ്ധത്തിനു ശേഷം അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചപ്പോൾ സാമന്ത രാജാക്കന്മാരും ബുദ്ധമതം സ്വീകരിച്ചു. ഈ രാജാക്കന്മാർ ചെയ്ത ഒരു അബദ്ധം, അവർ രാജാധികാരം ഉപേക്ഷിക്കാതെ സൈന്യത്തെ പിരിച്ചുവിട്ടു. ആയുധങ്ങളെല്ലാം അവർ കുഴിച്ചിട്ടു. ഇവിടെ ഹിംസ അരുത് എന്ന് പറഞ്ഞു. ചരിത്രത്തിൽ ഒരു സംഭവം പറയുന്നു, ഒരിക്കൽ ഒരു സ്ത്രീ അവരുടെ തലയിൽ നിന്നും ഒരു പേനിനെ എടുത്തിട്ട് നഖത്തിന്റെ മുകളിലിട്ട് പൊട്ടിച്ചു. ഇത് ചാരൻ കണ്ടു, രാജാവിനെ അറിയിച്ചു. അവിടെ സ്വത്തുകൾ മുഴുവൻ ജപ്തി ചെയ്തിട്ട് പേനിന് വേണ്ടി അമ്പലമുണ്ടാക്കി. അഹിംസ അതിന്റെ ഏറ്റവും താളതലത്തിലൂടെ സഞ്ചരിച്ച 4 തലമുറ, 5 തലമുറ, 10 തലമുറ കഴിഞ്ഞപ്പോൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട അവിടേക്ക് ഗസ്നി, ഗോറി, ഖിൽജി, തുഗ്ലക്, ബാബർ, ഹുമയൂൺ, ഷാജഹാൻ, ബഹദൂർ ഷാ രണ്ടാമൻ വരെയുള്ള 700 വർഷക്കാലവും അതിനു മുമ്പും പടയോട്ടങ്ങൾ വന്നു. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ മുതൽ മ്യാൻമാർ വരെയുള്ള 2000 കിലോമീറ്ററിലധികം വരുന്ന ഭൂമി ഇസ്ലാമിക രാജ്യമായി തീർന്നു. എന്നാൽ രാജസ്ഥാന്റെ, ഗുജറാത്തിന്റെ ഇപ്പുറത്തേക്ക് ഹിന്ദുത്വത്തിന് അന്നും ഇന്നും ശക്തി ഉണ്ടായിരുന്നു. അവർ ഒരുപോലെ സത്യത്തെയും ശക്തിയെയും ആരാധിച്ചു. നോക്കൂ, നമ്മൾ രാമനെ ആരാധിക്കും. 72 മിനിറ്റ് കൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഘർണടക്കമുള്ള 14,000 രാക്ഷസന്മാരെ കൊന്നു തള്ളിയിട്ടുണ്ട്. ആ ഭഗവാൻ പാലം കെട്ടി ലങ്കയിലേക്ക് ചെന്നിട്ട് ലക്ഷോപലക്ഷം അസുരന്മാരെ നിഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ആ രാമനെ നമ്മൾ എന്ത് വിളിക്കും? രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമൻ ധർമ്മത്തിന്റെ പ്രതീകമാണ്. ഇത്ര ആളുകളെ കൊന്ന ആളെയാണോ നിങ്ങൾ ധർമ്മത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത്? പണ്ടൊരു നേതാവ് പറഞ്ഞു, നിങ്ങൾ കുട്ടികളെ ഭഗവത്ഗീത പഠിപ്പിക്കരുത്. എന്തേ? അർജുനൻ പറഞ്ഞു കൊല്ലില്ല എന്ന്. പിന്നെ കൃഷ്ണൻ എന്ന് പറഞ്ഞു കൊല്ലടാ എന്ന്. കൊല്ലില്ല എന്ന് പറഞ്ഞാലോട് കൊല്ലടാ എന്ന് പറഞ്ഞത് കുട്ടികൾ പഠിച്ചാൽ കുട്ടികൾ ഭീകരന്മാരായി പോകില്ലേ? കേട്ടപ്പോൾ ഹിന്ദുക്കൾ പറഞ്ഞു ശരിയാണല്ലോ. 42 ലക്ഷത്തോളം ആളുകളുടെ മരണത്തിന് കാരണമാണ് കുരുക്ഷേത്ര യുദ്ധം. ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഞാൻ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധീവം താഴെ വെച്ച് തേരിന്റെ തട്ടിൽ ഞാൻ സന്യസിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ അർജുനനോട് പറഞ്ഞു, നിന്റെ കർമ്മം യുദ്ധമാണ്, നീ അത് ചെയ്യൂ എന്ന് പറഞ്ഞ ഉപദേശമാണ് ഭഗവത്ഗീത. ഈ ഉപദേശം സ്വീകരിച്ചു ഗാന്ധീവം കയ്യിലെടുത്ത ഈ അർജുൻ എന്താ ചെയ്തത്? പിതാമഹന്റെ ശരീരത്തിലൂടെ 1500 അമ്പ് കടത്തിയിട്ടു. ശരശയ്യയിൽ ഭീഷ്മരെ കിടത്തിയത് ശിഖണ്ഡിയെ മുൻനിർത്തിയിട്ട് അർജുനനാണ്. സ്വന്തം പിതാമഹന്റെ ശരീരത്തിൽ കൂടി 1500-ൽ പരം അമ്പുകളെ എയ്യുവാൻ അർജുനനെ പ്രാപ്തമാക്കിയത് ശ്രീകൃഷ്ണന്റെ ഉപദേശമായിരുന്നു എങ്കിൽ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകിയ ഭഗവത്ഗീതയ്ക്ക് ഹിംസയുടെ പ്രത്യേക ശാസ്ത്രമാണത്. അത് ഹിന്ദു കുട്ടികൾ പഠിക്കരുത്. ശരിയാണോ തെറ്റാണോ? ഹിന്ദുക്കൾ ആശയക്കുഴപ്പത്തിലാണ്. നോക്കൂ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായി. ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടായി 4 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ഇന്ത്യയുടെ കമാൻഡർ ഇൻ ചീഫ് യുദ്ധഭൂമിയിൽ വെച്ച് പറയുന്നു, പാകിസ്ഥാൻ പാവമാണ്, അവരോട് യുദ്ധത്തിന് പാടില്ല, അവർ 75 വർഷം മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു, പിന്നെ അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണല്ലോ അവർ ഞങ്ങളോട് യുദ്ധത്തിന് വന്നത്, ഞങ്ങൾ ബുദ്ധിജീവികളായതുകൊണ്ട്, ഇന്ത്യക്കാരായതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞാൽ ആ കമാൻഡർ ഇൻ ചീഫിനെ നമ്മൾ അംഗീകരിക്കുമോ? ഇല്ല. യുദ്ധത്തിൽ എക്കാലത്തും ഒരു നിയമമുണ്ട്. യുദ്ധം ഒഴിവാക്കാൻ എന്ത് ചെയ്യാം? യുദ്ധം വന്നാൽ ഒന്നുകിൽ കൊല്ലണം, അല്ലെങ്കിൽ കൊല്ലപ്പെടണം. ചാവുന്നതിന് മുമ്പ് പരമാവധി ശത്രു സൈന്യത്തെ കൊല്ലലാണ് ഓരോ ധീരനായ ആർമി ഓഫീസറും പട്ടാളക്കാരനും ചെയ്യുന്നത്. അതെല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധമില്ലാത്ത ലോകത്തെ ഒരിക്കലും ചിന്തിക്കുവാനോ സൃഷ്ടിക്കുവാനോ സാധ്യമല്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കെ പ്രബലമായ 2 യുദ്ധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 1.5 വർഷം മുമ്പ് തുടങ്ങിയ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. 4 മാസം മുമ്പ് തുടങ്ങിയ ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റ് ചെറിയ ചെറിയ യുദ്ധങ്ങൾ അമേരിക്കയും സിറിയയും തമ്മിൽ യുദ്ധം നിലവിൽ നടന്നുകൊണ്ടേയിരിക്കും. കാരണം രാമനുണ്ടെങ്കിൽ രാവണനുണ്ടാകും, കൃഷ്ണനുണ്ടെങ്കിൽ അമ്മാവൻ കംസനും ഉണ്ടാകും. എല്ലാ കാലഘട്ടത്തിലും എല്ലാ ഭൂപ്രദേശത്തും ഇത്തരം ജന്മങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ യുദ്ധത്തെ ഒഴിവാക്കാൻ സാധ്യമല്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് സമസ്ത വഴികളും അടഞ്ഞപ്പോഴാണ് ഭഗവാൻ ഗാന്ധീവം എടുക്കുവാൻ പറഞ്ഞത് അർജുനനോട്. അവിടെയാണ് യുദ്ധത്തെ ഒഴിവാക്കാൻ സാധ്യമല്ല, യുദ്ധം പാപമല്ല. നിങ്ങൾ ഈ ചെറുകോൽപ്പുഴയിലെ ധീരനായ ഒരു ആർമി ഓഫീസർ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിൽ 100 ചൈനീസ് പട്ടാളക്കാരെ വെടിവെച്ച് കൊന്നാൽ നമ്മളിവിടെ സ്വീകരണം കൊടുക്കില്ലേ? അതിഗംഭീരമായ സ്വീകരണം കൊടുക്കും. ഒരുപാട് ചക്രങ്ങളും അവാർഡുകളും പൊന്നാടുകളും എല്ലാം അണിയിച്ച് അയാളെ ആദരിക്കും. ഇയാൾക്ക് എന്താ ചെയ്തത്? 100 പേരെ കൊന്നു വന്നതാണ്. നാട്ടിൽ ലീവിന് വന്ന പട്ടാളക്കാരൻ അയൽക്കാരനുമായിട്ട് അതിർത്തി തർക്കം ഉണ്ടായിട്ട് അയാളൊരു കത്തിയെടുത്ത് കുത്തിക്കൊന്നു. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ചക്രം കൊടുക്കുമോ? ഒരാളെ കൊന്നപ്പോൾ ചിലപ്പോൾ കോടതി തൂക്കുകയർ കൊടുക്കും. 100 പേരെ കൊന്നപ്പോൾ നമ്മളിവിടെ ചക്രം കൊടുത്ത് ആദരിച്ചു. കൊന്നതാണോ പ്രശ്നം? എന്തിനു വേണ്ടി കൊന്നു എന്നതാണോ പ്രശ്നം? കൊന്നതല്ല പ്രശ്നം, നിങ്ങൾ എന്തിനു വേണ്ടി കൊന്നു എന്നതാണ് പ്രശ്നം. രാജ്യത്തെ സംരക്ഷിക്കുവാൻ, ജനതയെ സംരക്ഷിക്കുവാൻ, രാഷ്ട്രത്തിന്റെ ചിരപുരാതന സംസ്കാരത്തെ, പാരമ്പര്യത്തെ സംരക്ഷിക്കുവാൻ സൈനികന് ആയുധം കയ്യിലെടുക്കണം. 143 കോടി ജനങ്ങൾ, നിങ്ങളും ഞാനും അടക്കം ഇന്ന് രാത്രി സ്വൈരമായി ഉറങ്ങണമെങ്കിൽ 14 ലക്ഷം ഭാരതത്തിന്റെ സൈനികന്മാർ ഉറങ്ങാതിരിക്കണം. അവിടെ മനക്കരുത്തിലും അവിടെ കൈക്കരുത്തിലും അവിടെ ആയുധത്തിന്റെ കരുത്തിലുമാണ് രാഷ്ട്രത്തിന്റെ സുരക്ഷ. അതുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ പുതിയ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോഴും 6.2 ലക്ഷം കോടി രൂപ പ്രതിരോധത്തിന് വേണ്ടി നീക്കിവെച്ചു. നോക്കൂ, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും അയൽ രാജ്യങ്ങളായി നമുക്കില്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിന്റെ റോഡുകൾ സ്വർണം പൂശിയേനെ. സ്വതന്ത്ര ഭാരതം ഏറ്റവും കൂടുതൽ അതിന്റെ പണം നീക്കിവെച്ചത് ആയുധങ്ങൾ വാങ്ങുവാൻ, പ്രതിരോധത്തിനായിരുന്നു. കാരണം ഹിന്ദു ആരെയും ആക്രമിച്ചില്ല, അതിർത്തിക്കപ്പുറത്തേക്ക് ഒരിക്കൽ പോലും നാം നുഴഞ്ഞു കയറിയിട്ടില്ല. ആയിരക്കണക്കിന് ഭീകരന്മാർ ഭാരതത്തിൽ വന്ന് ട്രെയിനിലും വിമാനത്തിലും ബസ് സ്റ്റാൻഡുകളിലും ക്ഷേത്രങ്ങളിലും പൊട്ടിത്തെറിച്ചിട്ടും ഒരു ഹിന്ദുവും അങ്ങോട്ട് കയറിച്ച് നിന്ന് വരെ പൊട്ടിത്തെറിച്ചിട്ടില്ല. പക്ഷേ ഈ രാഷ്ട്രത്തെ, ഇതിന്റെ സനാതന ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ നികുതിപ്പണത്തിന്റെ 40% ഭാഗങ്ങൾ പ്രതിരോധത്തിന് വേണ്ടി, ആയുധങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കേണ്ടി വരുന്നു. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കുക, നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ട് ഈ 4 രാജ്യങ്ങളില്ലായിരുന്നു എങ്കിൽ നമ്മുടെ രാജ്യം എത്രമാത്രം സമാധാനത്തിലും ഐശ്വര്യത്തിലും പട്ടിണിയും ദാരിദ്ര്യവും ഒന്നുമില്ലാത്ത രാജ്യമായി മാറുമായിരുന്നു. ആ പട്ടിണി ദാരിദ്ര്യത്തെ ഇന്ന് തുടച്ചു നീക്കി 5ാം സ്ഥാനത്തേക്ക് ഭാരതം വന്നിട്ടുണ്ട്. അതിവേഗം ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നേപ്പാളുമായിട്ട് നമുക്കൊരു പ്രശ്നവുമില്ല, നമുക്ക് ഭൂട്ടാനുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. അവരെല്ലാം സഹോദര രാജ്യമായിട്ട്, ജ്യേഷ്ഠ രാജ്യമായിട്ട് ഭാരതത്തെ കാണുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഈ ഭാരതത്തിൽ ലയിക്കണമെന്നവർ ആഗ്രഹിക്കുന്നു. ഭാരതം അതിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഭാരതം അതിന്റെ പ്രഭാപൂരിതമായ പൂർവ്വകാലത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് 1528 തകർത്ത രാമക്ഷേത്രം നമുക്ക് തിരിച്ചു ലഭിച്ചിരിക്കുന്നു. അവിടെ വലിയ ചോദ്യങ്ങൾ ഉണ്ടായി. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? നിങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്രം 1 കിലോമീറ്റർ ഇപ്പുറത്ത് സ്ഥാപിച്ചാൽ എന്തായാലും കുഴപ്പം? രാമൻ സർവ്വവ്യാപിയല്ലേ? അതെ, ഞങ്ങളൊരു അമ്പലം ഉണ്ടാക്കുന്നത് ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടല്ല,
അമ്പലങ്ങളൊന്നും രാമനും കൃഷ്ണനും വേണ്ടിയിട്ടല്ല, ഭക്തന് വേണ്ടിയിട്ട്. ഭക്തനാണ് ദേവാലയങ്ങളെ പണിയുന്നത്. ഭൂമിക്കടിയിൽ എവിടെയും വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാൻ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നത് പോലെ ഈശ്വരൻ സർവ്വവ്യാപിയാണ്. ഈശ്വരനെ സംബന്ധിച്ച് അമ്പലങ്ങൾ ആവശ്യമില്ല. ഈശ്വരൻ കേവലം ഒരു വിഗ്രഹത്തിലോ കല്ലിലോ അല്ല. സർവചരാചരങ്ങളിലും ഈശാവസ്മിതം സർവം യത്തിന്റെ ജഗത്യാം ജഗത് തത്വമസി, അത് നിന്നിലും അഹം ബ്രഹ്മാസ്മി, അത് ഞാനുമാണ്. അണോരണീയാൻ, ഏറ്റവും ചെറുതിൽ ചെറുത് ഞാനാണ്. മഹതോ മഹീയാൻ, ഏറ്റവും വലുതിൽ വലുത് ഞാനാണ്. എല്ലാം ഞാൻ തന്നെ. ഈശാവസ്മിതം, സർവ്വതിലും ഞാൻ തന്നെ. പഴുതാരയിലും പാമ്പിലും കീരിയിലും ചൊറിപ്പുടുവിലും കുയ്യാനയിലും ഞാൻ തന്നെ. നിന്നിലും എന്നിലും സർവചരാചരങ്ങളിലും ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ ആ ഈശ്വരനാണ് അമ്പലം. ഈശ്വരനല്ല അമ്പലം, അമ്പലം നമുക്കാണ്. എങ്കിൽ രാമന് ക്ഷേത്രം പണിയുമ്പോൾ നിങ്ങളുടെ ഈ ചെറുകോൽപ്പുഴ ടൗണിനടുത്തായിട്ട് 10 ഏക്കർ ഭൂമി ഒരാൾ നൽകിയിട്ട് പറയുന്നു, നാളെ നിങ്ങൾ മഹാവിഷ്ണുവിന് വേണ്ടി ഇവിടെ ഒരു അമ്പലം പണിയൂ. നാളെ അമ്പലത്തിന്റെ പണി തുടങ്ങാൻ പറ്റുമോ? പറ്റില്ല. വാസ്തുശാസ്ത്രപ്രകാരം ഇത് അമ്പലത്തിന് യോഗ്യമായ ഭൂമിയാണോ എന്നാദ്യം കണക്കാക്കപ്പെടണം. തന്ത്രശാസ്ത്ര വിധി പ്രകാരം ഇവിടെ ദേവപ്രതിഷ്ഠ നടത്തുവാൻ കഴിയുമോ എന്ന് തന്ത്രിവര്യൻ പറയണം. ദേവപ്രശ്നത്തിലൂടെ ദേവഹിതം എന്തെന്നറിയണം. നോക്കൂ, വാസ്തുശാസ്ത്രവും തന്ത്രശാസ്ത്രവും ദേവഹിതവും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരിടത്ത് അമ്പലം പണിയാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മുടെ സഹോദര മതങ്ങളായ ഇസ്ലാം, ക്രൈസ്തവ മതവിഭാഗങ്ങൾക്ക് ആരാധന എന്ന് പറയുന്നത് ഒന്നിച്ചുള്ള സമയബന്ധിതമായ ആരാധനയാണ്. ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കണം, അതൊന്നിച്ചു നിസ്കരിക്കണം. അതിന്റെ സൗകര്യം പള്ളിക്കുള്ളിൽ വലിയ ഹാളാണ്. ഒരു പള്ളി എന്ന് പറയുമ്പോൾ ഇസ്ലാമിക പള്ളി വലിയൊരു ഹാളാണ്. അതിന്റെ ഉള്ളിൽ ഒന്നിച്ചു വരണം. ആളുകൾ നിറഞ്ഞാൽ നിസ്കാരത്തിന്റെ നിര റോട്ടിലേക്ക് നീണ്ടു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഹിന്ദുക്കൾ അമ്പലത്തിൽ പോകുന്നത് ആരാധനയ്ക്കല്ല, ദർശനത്തിനാണ്. ആരാധന വീട്ടിൽ ചെയ്യാം. നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ഗുരുവായൂരപ്പനെ കാണാനാണ് പോകുന്നത്. അപ്പൊ എത്ര മണിക്കൂർ നിൽക്കണം? ശബരിമല അയ്യപ്പനെ കാണാൻ ചെന്നു 13, 14, 25 മണിക്കൂർ വരെ കേൾക്കുന്നു. ആരാധനയ്ക്കാണ് പോകുന്നത് എങ്കിൽ വീട്ടിൽ നിന്നും അയ്യപ്പനെ ആരാധിക്കാം. അയ്യപ്പനെ ദർശിക്കുവാൻ പോകുന്നു. അങ്ങനെ ദർശിക്കുവാനുള്ള കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്രം 10 സെന്റിമീറ്റർ ഇടത്തോട്ട് മാറ്റാൻ പറ്റില്ല, 20 സെന്റിമീറ്റർ വലത്തോട്ടും മാറ്റാൻ പറ്റില്ല. അവിടെയാണ് രാമക്ഷേത്രം അവിടെ തന്നെ വേണമെന്ന് പറഞ്ഞത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. KK മുഹമ്മദ് ഞങ്ങളുടെ ജില്ലക്കാരനാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തെ കാണുവാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. കൃത്യമായ സ്വീകരണമൊക്കെ നൽകി അദ്ദേഹവുമായിട്ട് ചെറിയ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തോട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മേഖലാ കൺവീനർ പ്രസൻജി അദ്ദേഹം ചോദിച്ചു, അങ്ങ് RSS ആണോ? അപ്പൊ പറഞ്ഞു, ഞാൻ RSS അല്ല, BJPയുമല്ല. പിന്നെ നിങ്ങളുടെ ഹിന്ദുക്കൾക്ക് അനുകൂലമായത് ഈ റിപ്പോർട്ട് എഴുതി കൊടുത്തത് ആര് പറഞ്ഞു താങ്കളോട് ഞാൻ ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ടാണ് എഴുതി കൊടുത്തത് എന്ന്? എന്നോട് സുപ്രീം കോടതി പറഞ്ഞത് അവിടെ കണ്ടത് എന്താണോ അത് നിങ്ങൾ എഴുതി വെക്കണം. അവിടെ കുളിച്ചപ്പോൾ ഞാൻ കണ്ടത് രാമക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ്. അത് ഞാൻ കൃത്യമായിട്ട് കോടതിയെ ബോധിപ്പിച്ചു. കോടതിക്ക് കാര്യങ്ങൾ ബോധ്യം വന്നു. 5 ജഡ്ജിമാർ പരിശോധിച്ചു. അതിലൊരു മുസ്ലിം ജഡ്ജി ഉണ്ടായിരുന്നു. അവിടെ നടത്തിയ ഗന്നത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 100% അമ്പലത്തിന് മുകളിലാണ് ബാബരി മസ്ജിദ് പണിതത് എന്ന് ബോധ്യം വന്നപ്പോൾ ഞാൻ ആ റിപ്പോർട്ട് കൃത്യമായിട്ട് എഴുതി കൊടുത്തു. ഞങ്ങൾ 14 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 14 പേരും ഐക്യകണ്ഠേനയാണ് ഈ റിപ്പോർട്ട് എഴുതി കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2019 കോടതി 64 ഏക്കർ ഭൂമി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തു. നോക്കൂ, എല്ലാ ഈശ്വരീയ കാര്യങ്ങളും ഒന്നിച്ചു വന്ന് മുന്നോട്ട് പോകുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിന് ശാന്തിയെ പകരുവാൻ കഴിയണം. ഭാരതം ഇന്ന് ശാന്തമാണ്. എവിടെയും കലാപങ്ങളില്ല, എവിടെയും പ്രശ്നങ്ങളില്ല. 143 കോടി ജനങ്ങളാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾ ഇതിനെ കമ്പയർ ചെയ്യുക. പണ്ട് നമ്മുടെ നാട്ടിൽ കൊറോണ വന്ന സമയത്ത് ഒരു പോസ്റ്റ് വന്ന ഇസ്രായേൽ 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ഡോസ് കൊടുത്തു കഴിഞ്ഞു. കൊറോണക്കെതിരെയുള്ള ഈ ഡോസ് കൊടുത്തു കഴിഞ്ഞു. ഇന്ത്യക്ക് എന്തുകൊണ്ട് പറ്റിയില്ല? ചുമ്മാ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇസ്രായേലിലെ ജനസംഖ്യ 97 കോടി 50 ലക്ഷം. എന്ന് വെച്ചാൽ നമ്മുടെ മലബാറിൽ, നിങ്ങളുടെ തിരുവിതാംകൂറിലുള്ള അത്രയും ആളുകൾ താമസിക്കുന്ന ഒരു രാജ്യം മാത്രമാണ് ഇത് ഇസ്രായേൽ.
ആ രാജ്യവുമായിട്ടാണ് 143 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഭാരതത്തെ കമ്പയർ ചെയ്യുക. അവിടെയാണ് നമ്മുടെ രാഷ്ട്രം ഇന്ന് ഒരുപാട് ഉന്നതിയെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഹിന്ദുക്കളായ നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇന്ന് ഇവിടെ ചിന്തിക്കേണ്ടത്. ഞാനൊരു ഹിന്ദുവാണ്. എങ്ങനെയാണ് ഞാൻ ഹിന്ദുവായത്? 4 തരത്തിലാണ് നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളുള്ളത്. ഒന്നാമത്തെ ഹിന്ദു, ഞാനൊരു ഹിന്ദുവാണെന്ന് അഭിമാനിക്കുന്നവൻ. നക്ഷത്രങ്ങളിൽ ജീവനുണ്ടോ എന്നറിയാകാഞ്ഞിട്ടും നക്ഷത്രങ്ങളിൽ വസിക്കുന്നവരെ നിങ്ങൾക്ക് പോലും ശാന്തി ഉണ്ടാകട്ടെ എന്ന പ്രപഞ്ചത്തിനും അതീതമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തിയ ഓം ദേവ് ശാന്തി, അന്തരീക്ഷം ശാന്തി, പൃഥ്വി ശാന്തി, ശാന്തി നൽകുന്ന ഒരു ദേവിയുണ്ടെങ്കിൽ ആ ദേവിക്ക് പോലും ശാന്തി ഉണ്ടാകട്ടെ എന്ന് പറയുന്ന പ്രപഞ്ചത്തിനും അതീതമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തിയ ഹിന്ദു. മനുഷ്യനെ പാപികളെന്നും കാഫറുകളെന്നും ദൈവത്തിന്റെ അടിമകളെന്നും അഭിസംബോധന ചെയ്യാത്ത ഹിന്ദു. തിരുനന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്ര എന്ന് പറഞ്ഞ ഹിന്ദു. അതാണ് അഭിമാനിയായ ഹിന്ദു, തിരിച്ചറിവുള്ള ഹിന്ദു. നമ്മളെല്ലാം തിരിച്ചറിവുള്ള ഹിന്ദുക്കളാണ്. ഞാനൊരു ഹിന്ദുവാണെന്ന അഭിമാനത്തിൽ നമ്മുടെ മതം, നമ്മുടെ ജാതീയതാവട്ടെ, സമുദായമേതാവട്ടെ, നമ്മുടെ രാഷ്ട്രീയമേതാവട്ടെ, നമ്മളെല്ലാം അടിസ്ഥാനപരമായി മതമെന്ന ഓളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിച്ചുവെങ്കിൽ ഞാനൊരു ഹിന്ദുവായത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഞാനൊരു അഭിമാനമുള്ള ഹിന്ദുവാണെന്ന് തിരിച്ചു പറയുവാൻ ശേഷിയുള്ള ഹിന്ദുക്കൾ ചെറിയ ശതമാനമേ ഉള്ളൂ. രണ്ടാമത്തെ ഹിന്ദു, അച്ഛനും അമ്മയും ഹിന്ദു ആയതുകൊണ്ട് ഞാനും ഹിന്ദുവായി. അവരമ്പലത്തിൽ പോയപ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, അതുകൊണ്ട് ഞാനും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു ഗുരുസ്വാമിയും 30 സ്വാമിമാരും കൂടി ശബരിമലക്ക് പോവുകയാണ്. വഴിയിൽ വെച്ച് ഗുരുസ്വാമി ഒരു ക്ഷേത്രത്തിൽ കയറി, പിന്നാലെ സ്വാമിമാരുണ്ട്. അദ്ദേഹം കയറിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന വലിയ കൽവിളക്കിൽ കിടന്ന് ഒരു വണ്ടി ഇങ്ങനെ കിടക്കുകയാണ്, ഈ എണ്ണയിൽ കിടന്നിട്ട്. അദ്ദേഹത്തിന് സങ്കടം തോന്നി. ഈ വണ്ടിനെ എടുത്തിട്ട് പുറത്തേക്കിട്ടു. വണ്ടിനെ എടുത്ത് പുറത്തേക്കിട്ട സമയത്ത് കയ്യിൽ എണ്ണ പറ്റി. ഈ കയ്യിൽ പറ്റിയ എണ്ണ അദ്ദേഹം തലയിൽ തുടച്ചു. പിറകുന്ന് വരുന്ന സ്വാമിയും എണ്ണ കുത്തി തലയിൽ തുടച്ചു. അതിൻ്റെ പിറകുന്ന് വരുന്ന സ്വാമിയും എണ്ണ കുത്തി തലയിൽ തുടച്ചു. ഇങ്ങനെ 30 സ്വാമിമാരും എണ്ണ കുത്തി തലയിൽ തുടച്ചു. അടുത്ത കൊല്ലം അതൊരു ആചാരമായി എണ്ണ കുത്തി തലയിൽ തുടക്കുവാൻ 101 രൂപ ഹിന്ദുക്കൾ ഷീട്ട് വാങ്ങി. ഇതാണ് രണ്ടാമത്തെ ഹിന്ദു. ഞാനിതെന്താ ചെയ്യുന്നത് എന്നറിയാത്ത, ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥമറിയാത്ത, എന്നാൽ ഒരിക്കലും ഹിന്ദുവിനെ നിഷേധിക്കാത്ത. ശബരിമല വിഷയം വന്നപ്പോൾ നാമജപവുമായിട്ട് റോട്ടിലിറങ്ങിയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ, അച്ഛനും അമ്മയും ഹിന്ദുവായി അവരുടെ പാരമ്പര്യത്തെ നമസ്കരിക്കുന്ന ഹിന്ദുക്കൾ. ആരെങ്കിലും ചവിട്ടിപ്പോയാൽ നിങ്ങളുടെ ഇവിടെയില്ലേ ഈ ഒരു പരിപാടിയില്ലേ, തൊട്ട് നെറ്റിയിൽ വെക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങില്ലേ? നമ്മൾ ഏത് ക്ലാസ്സിലാണ് ഇത് പഠിച്ചത്? ഒരു ക്ലാസ്സിലും പഠിച്ചതല്ല. അച്ഛനും അമ്മയും ആരെയോ ചവിട്ടിപ്പോയപ്പോൾ ഇത് തൊട്ട് നെറ്റിയിൽ വെക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. ബുദ്ധിയോടും ഹൃദയത്തോടും ചേർത്ത് ക്ഷമ ചോദിക്കുന്ന ഒരാചാരത്തെ കണ്ടപ്പോൾ അത് ജീവിതത്തിൽ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്ന ഹിന്ദുവാണ് രണ്ടാമത്തെ ഹിന്ദു. അതാണ് ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കൾ. ആരാണ് മൂന്നാമത്തെ ഹിന്ദു? മതമെന്ന കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിക്കുക. എന്നാൽ ഹിന്ദുവിൻ്റെ എന്തൊക്കെ പണി തരാൻ പറ്റുമോ അതൊക്കെ തരും. അതാണ് മൂന്നാമത്തെ ഹിന്ദു. മതമല്ല പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം. സമ്പത്ത് തുല്യമായി വീതിച്ചു കൊടുത്താൽ ലോകത്തിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് മിഥ്യാധാരണയിൽ ജീവിച്ച ഹിന്ദു. ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം സമ്പത്തിന്റെ തുല്യ വീതിക്കലാണെന്ന് തെറ്റിദ്ധരിച്ച ഹിന്ദു. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് വിശ്വസിക്കുമ്പോഴും മതത്തെ അംഗീകരിച്ച മാർക്സിനെ വിശാലമായി മനസ്സിലാക്കാത്ത ഹിന്ദു. മാർക്സ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഈ മാർക്സിന്റെ മുത്തശ്ശൻ ജൂതനായിരുന്നു. ജൂതന്മാരെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൊല്ലുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തിനാ ഇവരിങ്ങനെ കൊല്ലുന്നത്? ജൂതന്മാർ പറയുന്നു അന്ത്യപ്രവാചകൻ മോശയാണ്. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഞങ്ങളുടെ 10 കമന്റ്സ് എന്ന് പറയുന്ന 10 കൽപ്പന എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ 10 കൽപ്പനയിൽ ഒന്നാമത്തെ കൽപ്പന ഏതാണെന്ന് അറിയോ? നമുക്കിട്ടുള്ള പണി തന്നെയാണ്. ദൈവത്തിന് രൂപം ഉണ്ടാക്കുന്നവർക്ക് നരകം. ആ ജൂതമതത്തിന്റെ ആവിർഭാവത്തിലെ 600ഓളം നിയമങ്ങളെ ക്രോഡീകരിച്ച് 10 കമന്റുകളാക്കി മാറ്റിയ 10 കൽപ്പനകൾ എന്ന പുസ്തകത്തിൽ ഒന്നാമത്തേത് വിഗ്രഹാരാധനയെ നിഷേധിക്കലാണ്. പക്ഷെ ഇന്ന് ജൂതന്മാർ അത് അംഗീകരിക്കുന്നില്ല എന്നത് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പുസ്തകത്തിൽ എന്തു പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം, പുസ്തകത്തിൽ പറഞ്ഞത് പ്രാക്ടിക്കലാക്കുന്നു എന്നാണ് പ്രശ്നം. അപ്പൊ മോശയാണ് അന്ത്യപ്രവാചകൻ, ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഞങ്ങളുടെ 10 കമന്റ്സ് എന്ന് പറയുന്ന പുസ്തകമാണെന്ന് ജൂതന്മാർ പറയുമ്പോൾ ജൂതൻ
അപരിഷ്കൃതമായിട്ട് അവനെ പരിഷ്കരിക്കുവാൻ വേണ്ടി ആര് വന്നു? യേശു വന്നു. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഏതാണ്? ബൈബിള് മാത്രമാണ്. ഇപ്പൊ ഞങ്ങൾ കോഴഞ്ചേരി ടൗണിൽ നിൽക്കുമ്പോൾ അവിടെ ചെറിയൊരു കുടുംബസംഘം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 10 മിനിറ്റ് ലേറ്റായി പോയത്. കൃപാസനം എന്ന് പറഞ്ഞ പത്രവുമായിട്ട് ഒരു MA BEd പഠിക്കുന്ന സ്വയം പരിചയപ്പെടുത്തിയ ഒരു പെൺകുട്ടി വന്നു. കൃപാസനം പത്രം തലയ്ക്കടിയിൽ വെച്ച് കിടന്നപ്പോൾ അവിടെ അസുഖമൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ കുറെ പിന്നെ ചവച്ചരച്ച് കഴിക്കുന്നവരുണ്ട്. നോക്കൂ, പത്രമൊന്നും തിന്നരുത് കേട്ടോ, കാർബണാണ്, സുഖേട് മാറില്ല. അപ്പൊ ആലോചിച്ച് നോക്കുക, ഹിന്ദുവിന്റെ വീട്ടിൽ വന്ന്, ഹിന്ദുവിന്റെ കടയിൽ വന്ന് ചന്ദനക്കുറി തൊട്ട കുങ്കുമക്കുറി തൊട്ട ആളുകളോട് നീ മതം മാറി എന്നിലേക്ക് വരൂ എന്ന് പറയുവാൻ സ്വാതന്ത്ര്യം കിട്ടിയ ലോകത്തിലെ ഏക നാട്. മറ്റൊരു നാട്ടിലും ഇത് നടക്കില്ല. ബംഗ്ലാദേശിൽ, പാകിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാനിൽ, സൗദി അറേബ്യയിലെല്ലാം മതപരിവർത്തനത്തിന് പരിശ്രമിച്ചാൽ തല അറുത്ത് കളയും, പബ്ലിക് മൈതാനിയും. അപ്പൊ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം എന്റെ ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കുന്നു, അന്ത്യപ്രവാചകൻ യേശുവാണെന്ന് വിശ്വസിക്കുന്നു. ആര്? ക്രിസ്ത്യാനികൾ. എന്നാൽ മുസ്ലിങ്ങൾ പറയുന്നു യേശുവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഈശാ നബിയാണ്. ഖയാമത്ത് നാളിൽ, അന്ത്യനാളിൽ യേശുവാണ് വരിക, ഈശാ നബിയാണ് വരിക, മുഹമ്മദ് അല്ല വരിക. മോസസിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, മൂസ നബിയാണ്. അബ്രഹാമിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇബ്രാഹിം നബിയാണ്. പക്ഷേ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഞങ്ങളുടെ ഖുർആൻ മാത്രമാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി മാത്രമാണ്. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ മാത്രമാണ്. ആ വാക്കം കെടുത്ത ആളാണ്, ഓൺലി. എന്റേതു മാത്രം ശരി, ഈ മൈക്ക് മാത്രം ശരി എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ മൈക്കുകളും തെറ്റാണ്. ഓൺലി എന്ന പദപ്രയോഗം ഹിന്ദുവിൽ എവിടെയുമില്ല. ഓൾസോ, എന്റേതും നിന്റേതും ശരിയാണ്. ശ്രേയാത് സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനിഷ്ഠിതാൻ സ്വധർമ്മേ നിധനം ശ്രേയം പരധർമ്മോ ഭയാവഹ. എനിക്ക് ശ്രേയസ് ഉണ്ടാക്കുന്നത് എൻ്റെ ധർമ്മം, നിനക്ക് ശ്രേയസ് ഉണ്ടാക്കുന്നത് നിന്റെ ധർമ്മം. നീ ഒരു നല്ല ക്രിസ്ത്യാനിയായിരിക്കണം, നീ ഒരു നല്ല ജൂതനായിരിക്കണം, നീ ഒരു നല്ല മുസൽമാനായിരിക്കണം, നീ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാവണം, നീ നല്ല പാഴ്സിയായിരിക്കണം. പക്ഷെ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ നീ മതം മാറ്റരുത്. രണ്ടാമത്തെ ഹിന്ദു മതം മാറാൻ പെട്ടെന്ന് പറ്റുന്ന ഹിന്ദുവാണ്. കാരണം മതബോധമില്ല. അഖില ഹാദിയായി. തൊട്ടടുത്ത ജില്ലയിൽ, നിങ്ങളുടെ തൊട്ടടുത്ത ജില്ലയാണ്, കോട്ടയത്താണ് അഖില. അഖില എന്ന് പറയുന്ന അശോകന്റെ തങ്കമ്മയുടെ ഏക മകൾ, അവൾ ഹോമിയോ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കെ അവൾ താമസിച്ചത് 2 മുസ്ലിം പെൺകുട്ടികളുടെ കൂടെയാണ്. അവർ കൃത്യമായി നിസ്കരിക്കുന്നു, ഖുർആൻ വായിക്കുന്നു, അവരുടെ ആചാരങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായി ഈ അശോകൻ എന്ന് പറയുന്ന അച്ഛനോട് ഒരു ദിവസം വന്ന് അഖില ചോദിച്ചു, അച്ഛാ ഞാൻ ഖുർആൻ പഠിച്ചോട്ടെ എന്ന്. അച്ഛൻ എന്തു പറയണമായിരുന്നു മകളോട്? മകളെ, നീ ഹിന്ദു എന്നാണ് മതമെന്ന കോളത്തിൽ പൂരിപ്പിച്ചത്, പക്ഷെ നിന്നെ ഞാൻ ഒരു മതവും പഠിപ്പിച്ചിട്ടില്ല. ഒരു മതവും പഠിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാം, ഒരു നിർബന്ധവുമില്ല. ഈശ്വര വിശ്വാസിയായ വാൽമീകിയെ ഹിന്ദുക്കൾ വിളിച്ചു വാൽമീകി മഹർഷി എന്ന്. ആയുർവേദം എന്ന ശാസ്ത്രഗ്രന്ഥം എഴുതിയ ചരകനെ ഹിന്ദുക്കൾ വിളിച്ചു ചരക മഹർഷി എന്ന്. കാമശാസ്ത്രം എഴുതിയ വാത്സ്യായനെ മഹർഷി എന്ന് വിളിച്ച ഹിന്ദു നിരീശ്വരവാദിയായ ചാർവാകനെയും വിളിച്ചെന്തായിരുന്നു? മഹർഷി എന്നായിരുന്നു. ദൈവമുണ്ട് എന്ന് പറഞ്ഞാലും ദൈവമില്ല എന്ന് പറഞ്ഞാലും നമുക്ക് മഹർഷിയാണ്. ഗലീലിയോ പറഞ്ഞു ഭൂമി ഉരുണ്ടതാണെന്ന്, കല്ലെറിഞ്ഞോടിച്ചു. ബ്രൂണോയെ കുരിശിലേറ്റിക്കൊന്നു. മതത്തെ ചോദ്യം ചെയ്ത് 1200 ശാസ്ത്രകാരന്മാരെ യൂറോപ്പിലെ പ്രാകൃത സഭ കൊന്നുകളഞ്ഞപ്പോൾ ഭാരതം ഒരിക്കലും ഒരു ശാസ്ത്രകാരനെ കൊന്നിട്ടില്ല. ഭാരതം വിമർശകന്റെ കൈവെട്ടിയിട്ടില്ല. രാമന്റെ കാലത്ത് രാമനെ കുറിച്ച്, രാമന്റെ ഭാര്യയെ കുറിച്ച് ആരോപണം ഉന്നയിച്ചു. ഒരലക്കുകാരൻ അയാളുടെ ഭാര്യയുമായിട്ട് കലഹിച്ചപ്പോ അത് ചെന്നു തീർന്നത് രാമന്റെ ഭാര്യയുടെ ചാരിത്രശുദ്ധിയിലാണ്. ഇത് കേട്ടപ്പോൾ ലക്ഷ്മണൻ ചോദിക്കുന്നുണ്ട്, അവന്റെ നാവ് ഞാൻ അരിയട്ടെ ജ്യേഷ്ഠ എന്ന്. ഈ സമയത്ത് രാമൻ തിരിച്ചു ചോദിക്കുന്നു, വിമർശകന്റെ നാവരിയുന്നത് ഇക്ഷ്വാകു വംശത്തിന്റെ പാരമ്പര്യമാണോ ലക്ഷ്മണ? എന്നെ ആരാധിക്കുവാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ എന്നെ വിമർശിക്കുവാനും ജനങ്ങൾക്ക് അധികാരമുണ്ടാകണം, അവകാശമുണ്ടാകണം. അതുകൊണ്ട് ആ അലക്കുകാരന്റെ കൈവെട്ടിയിട്ടില്ല, കാല് വെട്ടിയിട്ടില്ല. ഒടുവിൽ കാഞ്ചന സീതയെ ഉണ്ടാക്കാൻ വേണ്ടി കാട്ടിൽ പോയ സീതയ്ക്ക് പകരം യാഗം നടത്തുമ്പോൾ ഇടതുഭാഗത്ത് സഹധർമ്മിണി വേണമെന്ന് പറഞ്ഞപ്പോൾ സ്വർണം കൊണ്ട് സീതയെ നിർമ്മിക്കുവാനുള്ള പ്രയത്നത്തിൽ ഈ അലക്കുകാരനും ഭാര്യയും അവിടെ സകല സ്വർണവും ഊരിയിട്ട് രാമനെ വന്നു കാണുന്ന ഒരു രംഗമുണ്ട്, ഹൃദയഭേദകമായ ഒരു രംഗം. രാമന്റെ പാദങ്ങളിൽ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സകല സ്വർണ്ണ ശേഖരവും വെച്ചുകൊണ്ട് അവർ പറഞ്ഞു, മാപ്പു തരൂ രാമ എന്ന് പറഞ്ഞപ്പോൾ
രാമൻ കരയുകയല്ലാതെ അവരെ വാത്സല്യത്തോടു കൂടി ചേർത്ത് പിടിച്ച് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പോലും രാമൻ പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്ക് ആരാധിക്കുവാൻ അവകാശമുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് വിമർശിക്കുവാനും അധികാരമുണ്ടാകണം. അതാണ് ഹിന്ദുത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് രാമനെ ആരാധിക്കാം, നിങ്ങൾക്ക് രാമനെ വിമർശിക്കാം. നിങ്ങൾക്ക് കൃഷ്ണനെ ആരാധിക്കാം, നിങ്ങൾക്ക് കൃഷ്ണനെ വിമർശിക്കാം. അമ്പലം എന്നത് ചുമരല്ലേ, വിഗ്രഹം എന്നത് കല്ലല്ലേ എന്ന് വിളിച്ചു കൊടുത്തത് ഹിന്ദുക്കളായിരുന്നു. ഗുരുവായൂർ അമ്പലം പൊളിച്ച് അവിടെ കപ്പ വെച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തീരുമെന്ന് പറഞ്ഞത് ഹിന്ദുക്കളായിരുന്നു. അല്ലയോ ഹിന്ദു, നീ എന്തിനു വേദങ്ങൾ പരതുന്നു, ചിതലുണ്ടോ എന്നറിയാനോ എന്ന് ചോദിച്ചത് ഹിന്ദുവായിരുന്നു. അതിനെല്ലാം നമ്മൾ അതിജീവിച്ചില്ലേ? അങ്ങനെ വിമർശിച്ചവന്റെ കൈ വെട്ടിയിട്ടുണ്ടോ, കാല് വെട്ടിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, മതത്തെ ചോദ്യം ചെയ്തവരുടെ കൈയും കാലും വെട്ടിയ കാലഘട്ടത്തിൽ നിന്ന് മതത്തെ വിമർശിച്ച ഒരാളുടെ കൈയും കാലും വെട്ടാത്തൊരു നാട്ടിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ വിശാലമായ താല്പര്യം എന്ത് എന്ന് മനസ്സിലാക്കാത്ത മൂന്നാമത്തെ ഹിന്ദു, മതമെന്ന കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിക്കുകയും ഹിന്ദു വിരുദ്ധമായ വാക്കുകളും പ്രവർത്തികളും ചെയ്ത ഹിന്ദു ഇപ്പം തിരിച്ചറിവിന്റെ പാതയിലാണ്. ഇന്ന് അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുവാൻ ഓടി നടക്കുകയാണ്. നമുക്കും അതായിരുന്നു വേണ്ടത്. കാരണം എന്താ? അമ്പലം ചുമരല്ലേ, വിഗ്രഹം കല്ലേ എന്ന് പറഞ്ഞവൻ അമ്പലം ഭരിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. ഹിന്ദുധർമ്മത്തിന്റെ വിജയം എവിടെയാണ്? ഇന്നലകളിൽ അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണെന്ന് പറഞ്ഞവർ അമ്പല കമ്മിറ്റിയിൽ വരുന്നതാണ് നമുക്ക് സന്തോഷം. അതാണ് തിരിച്ചറിവ്. അവരെ നാം നിഷേധിക്കരുത്. കാരണം അമ്പലം ചുമരല്ല, വിഗ്രഹം കല്ലല്ല. വിഗ്രഹം എന്നാൽ വിശേഷേണ ഗ്രാഹയതീതി വിഗ്രഹ. നമ്മൾ ഹിന്ദുക്കളോട് ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ദൈവക്കാരാ? കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി, മുള്ള്, മുരട്, മൂർഖൻ പാമ്പ്, ഇതൊക്കെയാണ് ഹിന്ദുക്കളുടെ ദൈവങ്ങൾ. പിന്നെ വയലാറൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്നൊക്കെ പാടിയിട്ടുണ്ട് അല്ലേ? നോക്കൂ, നമ്മുടെ ദൈവം നമ്മളോട് അമ്പലത്തിൽ ചെന്നാൽ ഹൗ ആർ യു എന്ന് ചോദിക്കാറില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഓരോ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠയും ഹിന്ദുക്കൾ പണം നൽകിയിട്ടുണ്ടാക്കിയതാണ്. ലക്ഷണമൊത്ത ഒരു ശില ഒരു ശില്പിയുടെ കയ്യിൽ കൊടുത്തിട്ട് അതിൽ മഹാവിഷ്ണുവിനെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ശില്പി ചെയ്യുന്നത് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ചിലത് കൊത്തി മാറ്റുന്നു. ഒരു മനുഷ്യൻ അങ്ങനെയാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ഒരു മനുഷ്യനെ ഒന്നും ചെയ്യേണ്ടതില്ല. അയാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നല്ല വികാരങ്ങളെ ഉണർത്തുക. ദ്യോതനാത് ദൈവം, ദ്യോതിപ്പിക്കുന്നത് എന്തോതാകുന്നു ദൈവം. ദ്യോതിപ്പിക്കുക, പ്രകാശിപ്പിക്കുക. ആ ശില്പി ആ പാറക്കഷ്ണത്തിൽ നിന്ന്, ആ ശിലയിൽ നിന്ന് ആവശ്യമില്ലാത്തെല്ലാം കൊത്തിമാറ്റിയപ്പോൾ അത് മനോഹരമായ ഭഗവാന്റെ പ്രതിമയായി മാറി, വിഗ്രഹമായിട്ടില്ല. അപ്പോഴും ആ പ്രതിമ ഇവിടെ വച്ചതുകൊണ്ട് കാര്യമില്ല. തന്ത്രശാസ്ത്ര വിധി പ്രകാരം അഷ്ടബന്ധ കലശത്തിൽ ആ പ്രതിമയെ ശ്രീകോവിലിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച് തന്ത്രിവര്യൻ പ്രാണപ്രതിഷ്ഠയെ ചെയ്താൽ അന്ന് മുതൽ അതിന്റെ പേരാണ് വിഗ്രഹം. വിശേഷേണ ഗ്രാഹയതി ഇതി വിഗ്രഹ. നമ്മൾ ഈ ടൗണിൽ ചെന്നു, 3 നിറത്തുള്ള തുണികൾ വാങ്ങി, അതിവിടെ ഇട്ട് കത്തിച്ചു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു പ്രശ്നവുമില്ല. എന്നാൽ 3 നിറത്തിലുള്ള തുണികൾ കൊണ്ടുണ്ടാക്കിയ ദേശീയ പതാക കത്തിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. 2 കൊല്ലം ജയിലിൽ പോകണം. ദേശീയ പതാക ജീവനുണ്ടോ? 3 നിറത്തിലുള്ള തുണികൾ സെപ്പറേറ്റ് കത്തിച്ചപ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഈ 3 നിറത്തിലുള്ള തുണികൾ ചേർത്ത് വെച്ചപ്പോൾ ദേശീയ പതാക എന്നൊരു പേരിട്ടപ്പോൾ അത് കത്തിച്ചിട്ട് നിങ്ങളോ ഞാനോ ജയിലിൽ പോകേണ്ടി വരുന്നത് ദേശീയ പതാകയ്ക്ക് ജീവനുള്ളത് കൊണ്ടല്ല. കടലിൽ കിടന്ന 3 നിറത്തിലുള്ള തുണികൾ ദേശീയ പതാകയായി മാറുമ്പോൾ അത് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ പ്രതീകമാണ്, ദേശീയതയുടെ പ്രതീകമാണ്. നമ്മുടെ നാട്ടിൽ 900 പാർട്ടികളുണ്ട്. എല്ലാവർക്കും കൊടിയുണ്ടല്ലോ. നിങ്ങളൊരു പാർട്ടിക്കാരന്റെ കൊടി കത്തിക്കൂ. എന്നിട്ട് പാർട്ടിയുടെ നേതാവ് ചോദിക്കാൻ വന്നപ്പോൾ 50 രൂപ എടുത്ത് കൊടുക്കുക. നിന്റെ പാർട്ടിയുടെ കൊടിയുടെ വില ഇതാ 50 രൂപ. പ്രശ്നം അവസാനിക്കും. ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലൊക്കെ ഉണ്ടല്ലോ, തൊട്ടടുത്ത ജില്ലയാണ്. ഈ കൊടിയുടെ പേരിൽ എത്ര മരണം നടന്നു പറയോ? കേവലം 50 രൂപ വില വരുന്ന ജീവനില്ലാത്ത ഒരു കൊടിക്ക് വേണ്ടി പോലും മരണം നടക്കുന്നു നാട്ടിലെന്ന് പറയുമ്പോൾ, കടയിൽ കിടന്ന ചുവന്ന തുണി ചെങ്കൊടിയായി മാറുമ്പോൾ കമ്മ്യൂണിസം എന്ന ആശയത്തിന്റെ പ്രതീകമാകുന്നു. അത് കുങ്കുമവും വെള്ളയുമായി മാറുമ്പോൾ, പച്ചയുമാകുമ്പോൾ അതിൽ BJP ഉണ്ടാകുന്നു. 3 നിറത്തിൽ ഈ കൈപ്പത്തി ഉണ്ടാകുമ്പോൾ അത് കോൺഗ്രസിന്റെ കൊടിയായി മാറുന്നു. ഇതൊന്നും ജീവനില്ലാത്ത തുണികളാണ്.
പക്ഷെ ഹിന്ദുക്കളോട് മാത്രം ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ ദൈവത്തിന് ജീവനുണ്ടോ, നിങ്ങൾ കല്ലിനെ ആരാധിക്കുന്നവരാണോ എന്ന്. മണല് കൊണ്ട്, മരം കൊണ്ട്, സിമന്റ് കൊണ്ടുണ്ടാക്കിയ കുരിശ് കാണുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരിക? കൂട്ടണം എന്ന ചിഹ്നമാണോ? ക്രിസ്ത്യാനിറ്റിയെ, യേശുദേവനെ ഓർമ്മ വരും. യേശുദേവനെ തറച്ച കുരിശിനെ ഓർമ്മ വരും നമുക്ക്. അതൊരു പ്രതീകമാണ് കുരിശ്, ക്രിസ്ത്യാനിറ്റിയുടെ പ്രതീകം. മുസ്ലിങ്ങൾ പറയും ഞങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല. ആര് പറഞ്ഞു നിങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല എന്ന്? ഒരു ഇസ്ലാം ചെയ്താൽ ഏറെ പുണ്യമുള്ളതും ചെയ്തില്ലെങ്കിൽ പാപമില്ലാത്തതുമായ കർമ്മമാണ് അദ്യകർമ്മം. ഈ അദ്യകർമ്മത്തിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ബ്ലാക്ക് സ്റ്റോൺ, കറുത്ത ശിലയെ ചുംബിക്കുക. നിങ്ങൾ ഗൂഗിളിൽ സമയം കിട്ടുമ്പോൾ അടിച്ചു നോക്കിയാൽ മതി. ഒരു വലിയ കറുത്ത കല്ല് മുഹമ്മദ് നബി ആദ്യമായിട്ട് ഉമ്മ വെച്ചു എന്ന് വിശ്വസിക്കുന്ന ആ കല്ലിനെ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് ചുംബിക്കുകയാണ് ചെയ്യുക. തീർന്നില്ല, സാത്താനെ കല്ലെറിയൽ എന്നൊരു ചടങ്ങുണ്ട്. ചെറിയ കല്ലുകൊണ്ട് വലിയ കല്ലിനെ എറിയുന്നതാണ് സാത്താനെ കല്ലെറിയൽ. ചെറിയ കല്ല് മത്സരത്തിന്മയും വലിയ കല്ല് തിന്മയുടെ പ്രതീകമായ സാത്താനുമാണ് എങ്കിൽ, വലിയ കല്ലിൽ സാത്താനെയും ചെറിയ കല്ലിൽ മനസ്സിലെ തിന്മയും കാണുന്നുവെങ്കിൽ വിശേഷേണ ഗ്രാഹയതി വിഗ്രഹ, വസ്തുവിലൂടെ തത്വത്തെ കാണുന്നതാണ് വിഗ്രഹം. അവിടെയാണ് 33 കോടി ദൈവങ്ങളുടെ വിഗ്രഹത്തിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ ഹിന്ദുക്കൾ അറിയുന്നു. അതാണ് ക്ഷേത്രം. ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. ക്ഷയത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നതെന്തോ അതാകുന്നു ക്ഷേത്രം. ഇങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം കോർത്തിണക്കിയ വൈവിധ്യമാണ് ഹിന്ദുത്വം. അതുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഒരു പട്ടി ഓടിക്കയറിയാൽ ശുദ്ധി കലശം, അമ്പലത്തിന്റെ നടയടച്ച് ശുദ്ധി കലശം. പക്ഷേ ഇതേ പട്ടി മുത്തപ്പന്റെ മടപ്പരക്കിലേക്ക് ഓടിക്കയറിയാൽ പ്രശ്നമുണ്ടാവും? ഒരു പ്രശ്നമില്ല. അവിടെ മുത്തപ്പന്റെ വാഹനമാണ് പട്ടി. ഓരോ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ വൈവിധ്യമാണ്. അതുകൊണ്ടാണ് നൈതിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ പ്രതിഷ്ഠിച്ച ഒരൊറ്റ ക്ഷേത്രമേ ഈ ഭൂമിയിലുള്ളൂ. അത് നിങ്ങളുടെ ജില്ലയിലെ ശബരിമലയിലാണ്. അവിടെ യുവതികൾ ചെല്ലേണ്ട എന്ന് പറഞ്ഞപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് ഹിന്ദു യുവതികൾക്ക് പ്രോബ്ലം ഒന്നുമില്ല. പ്രോബ്ലം നെഹ്റാ ഫാത്തിമയ്ക്ക്. ഇവരാണെങ്കിൽ ഹിന്ദുവല്ല. നിങ്ങൾ ശബരിമലയിൽ പോകുന്നുവെങ്കിൽ നിങ്ങൾ 5 വിശ്വാസങ്ങളെ പിന്തുടരുന്നവരായിരിക്കണം. 1, നിങ്ങൾക്ക് പരമേശ്വരന് വിശ്വാസം ഉണ്ടാവണം. നിങ്ങൾക്ക് മഹാവിഷ്ണുവിനും വിശ്വാസം ഉണ്ടാവണം. ഇവ രണ്ടുപേരുടെയും ശക്തി ചൈതന്യത്തിൽ നിന്നാണ് അയ്യപ്പൻ ഉണ്ടായത് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. പന്തള രാജാവിന്റെ മകനായി വളർന്നു മണികണ്ഠൻ എന്ന് വിശ്വസിക്കണം. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്ന് വിശ്വസിക്കണം. ഈ 5 വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നവനുള്ളതാണ് ശബരിമല. അല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ ഗിമ്മിക്കുകൾക്കുള്ള സ്ഥലമല്ലേത് ശബരിമല എന്ന് മനസ്സിലാക്കണം. എനിക്ക് അമ്പലത്തിൽ വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് സ്വാഗതം. എനിക്ക് അമ്പലത്തിൽ വിശ്വാസമില്ല, നിങ്ങൾ പുറത്തു നിന്നോളൂ. ആരാണ് നിർബന്ധിക്കുന്നത് നിങ്ങളെ? നിങ്ങൾക്ക് മതം ഒരിക്കലും നമുക്ക് ഹിന്ദുക്കൾക്ക് നിർബന്ധമല്ല. മതമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനാകൂ എന്ന നിബന്ധനകളൊന്നും നമുക്കില്ല. നോക്കൂ, 2 വയസ്സുള്ള ഒരു കുട്ടി ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഒരാളുടെ നേരെ കൈനീട്ടി, ചേട്ടാ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് വല്ലതും തരണമേ എന്ന് പറഞ്ഞാൽ ഇയാളുടെ മനസ്സിൽ കരുണയുടെ ആർദ്രതയുടെ ഉറവ് പൊട്ടുപോയില്ലേ? പൊട്ടും. കരുണ, ആർദ്രത, സ്നേഹം ഒക്കെ ജന്മസിദ്ധമായ സവിശേഷ മാനുഷ്യ ഗുണങ്ങളാണ്. ഇതിനൊരു ദൈവത്തിന്റെയും മതത്തിന്റെയും ആവശ്യമില്ല. അതുകൊണ്ട് യുക്തിവാദികളെല്ലാം തന്നെ കരുണയില്ലാത്തവരാണോ? പക്ഷേ എന്തിനാണ് ദൈവം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഹിന്ദുവിന്റെ ദൈവങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. നോക്കൂ, രാമനെ കുറിച്ച് ഏറെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടം. ആരാണ് രാമൻ? രാമൻ എന്നാൽ രമിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ. ആ രാമന്റെ അയനം, യാത്ര, അതാണ് രാമായണം. 7 കാണ്ട് രാമൻ എന്നാണ് രാമായണത്തിൽ വാൽമീകി മഹർഷി പറഞ്ഞത്. പക്ഷെ നമ്മൾ പറഞ്ഞു ശ്രീരാമൻ. കൃഷ്ണൻ എന്നാ പറഞ്ഞത് ശ്രീകൃഷ്ണൻ. എങ്ങനെയാണ് രാമൻ ശ്രീരാമനായത്? എങ്ങനെയാണ് കൃഷ്ണൻ ശ്രീകൃഷ്ണനായത്? യശോദയുടെ മകനാണ് കൃഷ്ണൻ, ക്ഷമിക്കണം, ദേവകിയുടെ മകനാണ് കൃഷ്ണൻ. കൗസല്യയുടെ മകനാണ് രാമൻ. ദശരഥ മഹാരാജാവിന്റെ മകൻ 10 മാസം ഗർഭം ധരിച്ച് എന്നെയും നിങ്ങളെയും നമ്മുടെ മക്കളെയും ഒക്കെ പ്രസവിച്ചതുപോലെ ഒരു സ്ത്രീ പ്രസവിച്ച ഒരു മകനാണ് രാമൻ. പക്ഷെ ആ രാമൻ എങ്ങനെ ശ്രീരാമനായി എന്ന് ചോദിച്ചാൽ രാമന്റെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഓരോന്നും നമുക്ക് വ്യക്തമാകും. പുത്നാമ നരകത്തിൽ നിന്നും പിതാവിനെ പ്രാണനം ചെയ്യിക്കുന്നവനാരോ പുത്രൻ. പുത്രൻ നരകം. നരകത്തിൽ നിന്നും അച്ഛനെ രക്ഷിക്കുന്നവൻ പുത്രൻ. അച്ഛന്റെ വാക്ക് പാലിക്കാൻ 14 കൊല്ലം കാട്ടിലേക്ക് പോകുവാൻ രാമന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. കാട്ടിലെത്തിയ രാമന്റെ ഭാര്യയെ
കൊല്ലുവാൻ വേണ്ടി വന്ന ആ ശൂർപ്പണഖയുടെ മൂക്കിയെത്തുവാൻ ലക്ഷ്മണന് യാതൊരു മടിയുണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ ചോദിക്കാൻ വന്ന 14,000 രാക്ഷസന്മാരെ കൊല്ലുവാൻ രാമന്റെ അമ്പിനും വില്ലിനും യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ മഹാരാജാവായ രാമന് തന്റെ ഭാര്യയെ കുറിച്ച് ആരോപണം ഉണ്ടായപ്പോൾ രാജധർമ്മത്തിൽ ഒന്നാമത് രാജാവാവുക, രണ്ടാമത് ഭർത്താവോ അച്ഛനോ ആരെങ്കിലും ആവാം. ഒരു രാജാവിന്റെ ജന്മം, രാജാവിന്റെ ഭരണം സകല സംശയങ്ങൾക്കും അതീതമായിരിക്കണം. രാജാവോ രാജാവിന്റെ കുടുംബമോ എല്ലാ സംശയങ്ങൾക്കും മേലെയായിരിക്കണം. രാജാവെന്നാൽ വിശ്വാസം എന്നാണ് അർത്ഥം. രാജാവിൽ വിശ്വാസം പൗരന് നഷ്ടപ്പെടുമ്പോൾ രാജ്യത്തിൽ അന്തഃഛിദ്രങ്ങൾ ഉണ്ടാക്കപ്പെടും. രാജാവ് സത്യസന്ധനായിരിക്കണം, രാജാവ് ധർമ്മിഷ്ഠനായിരിക്കണം. അതുകൊണ്ട് തന്നെ മഹാരാജാവായ ശ്രീരാമചന്ദ്രന്റെ ഭാര്യയ്ക്ക് നേരെ ഒരു ആരോപണം വന്നപ്പോൾ ലങ്കയിൽ വെച്ച് തീയിലൂടെ നടന്നിട്ടുണ്ട് സീത. അപ്പൊ ലക്ഷ്മണൻ ചോദിക്കുന്നത്, അഗ്നിപ്രവേശം ചെയ്തവളാണ് നമ്മുടെ ജ്യേഷ്ഠത്തി അമ്മ, അഗ്നിയിലൂടെ നടന്നിട്ടും അഗ്നി ഒന്നുപോലും പൊള്ളിച്ചിട്ടില്ല. അപ്പൊ രാമൻ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ലക്ഷ്മണ, ഇത് അയോധ്യാവാസികൾ കണ്ടിട്ടില്ലല്ലോ, ഇത് ലങ്കാവാസികളല്ലേ കണ്ടത്? നീയും ഞാനും ഹനുമാനും അങ്ങനെ സുഗ്രീവനും കുറച്ചാളുകൾ മാത്രമല്ലേ ഇത് കണ്ടിട്ടുള്ളൂ. അയോധ്യയിലെ ജനങ്ങൾ ഇത് കണ്ടിട്ടില്ല. രാജാവിന്റെ ഭാര്യ കളങ്കപ്പെട്ടവളാണ് എന്ന് ഒരു നികൃഷ്ടനായ പ്രജ പറഞ്ഞാൽ ആ അഭിപ്രായത്തിന് പോലും നിങ്ങൾ മാനം കൽപ്പിക്കണമെന്ന് ഇക്ഷ്വാകു വംശത്തിന്റെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് രാമൻ നമ്മെ പഠിപ്പിച്ചതുകൊണ്ട് രാമന്റെ ഭാര്യയെ കാട്ടിലേക്ക് അയച്ചു, വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് അയച്ചു. അന്ന് രാമൻ രാഷ്ട്രത്തിന് വേണ്ടി ഭാര്യയെ സംരക്ഷിച്ചിരുന്നുവെങ്കിൽ രാഷ്ട്രത്തിന് 2ാം സ്ഥാനത്തും ഭാര്യയ്ക്ക് 1ാം സ്ഥാനമാണ് നൽകിയതെങ്കിൽ കേവലം ഒരു ഭർത്താവായി മാറുമായിരുന്നു രാമൻ. അങ്ങനെ കേവലം ഭർത്താക്കന്മാർ നാട്ടിൽ ധാരാളം ഉണ്ടല്ലോ. അതിപ്പോ ആരാധിക്കുവാൻ എന്താ അത് പ്രത്യേകതയുള്ളത്? അവിടെയാണ് രാമൻ എന്ന രാജാവ്, രാമൻ എന്ന മകൻ, രാമൻ എന്ന സഹോദരൻ, രാമൻ എന്ന ഭർത്താവ്, രാമൻ എന്ന യോദ്ധാവ്, ഏറ്റവും അനുസരണ ശേഷി ഒട്ടുമില്ലാത്ത വാനരന്മാരെ ഉപയോഗിച്ച് മഹാസൈന്യത്തെ രൂപീകരിച്ച രാമൻ. ആ രാമന്റെ ചരിതം രാമായണം. പ്രശ്നസങ്കീർണമായ ആ ജീവിതത്തിലൂടെ, രാമന്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എവിടെയാ ജനിച്ചത്? കാരാഗ്രഹത്തിൽ. അമ്മയുടെ മുലപ്പാല് കുടിച്ചിട്ടില്ല. ജനിച്ചയുടൻ ഒരു കൂട്ടയിലാക്കിയിട്ട് നന്ദഗോപൻ യമുനാ നദി കടന്ന് നന്ദനോദ്യാനത്തിലെത്തി. വസുദേവൻ നന്ദനോദ്യാനത്തിലെത്തി. അവിടെ യശോദ പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങോട്ടെടുത്തു, ഈ കുട്ടി അവിടെ വെച്ചു. 6 മാസം പ്രായമുള്ള കൃഷ്ണനെ കൊല്ലുവാൻ വേണ്ടി പൂതന മുല കൊടുത്തു കൊല്ലാൻ വന്നു. ഭഗവാൻ എന്ത് ചെയ്തു? അവളെ മുല കുടിച്ചു കൊന്നു. സമദൂര സിദ്ധാന്താണ് ഭഗവാൻ എല്ലാ സ്ഥലത്തും പ്രയോഗിച്ചത്. ഇങ്ങോട്ടെങ്ങനെ, അങ്ങോട്ടും അങ്ങനെ. ഭഗൻ എന്ന രാക്ഷസൻ കൊക്കുകൊണ്ട് കൊത്തിക്കൊല്ലാൻ വന്നു. അവന്റെ കൊക്ക് പിളർന്നിട്ട് അവരെ കൊന്നുകളഞ്ഞു. ഒടുവിൽ തന്റെ 80 മക്കളും തമ്മിൽ തല്ലി മരിക്കുന്നത് ഭഗവാൻ കണ്ടു. അപ്പൊ നമ്മുടെ ശില്പികളോട് ചോദിച്ചു, സ്വന്തം മക്കളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ഗുരുവായൂരപ്പന്, പിന്നെ നിങ്ങൾ അവിടെ പോയിട്ട് എന്താ കാര്യം? ഗുരുവായൂരപ്പൻ വിചാരിച്ചാലും ബ്രഹ്മാവ് വിചാരിച്ചാലും മരണം മാറ്റി വെക്കാൻ സാധ്യമാണോ? ഈ ബ്രഹ്മാവ് മരിക്കും. ബ്രഹ്മാവ് എപ്പോഴാണ് മരിക്കുക? കൽപ്പം. ഒരു കൽപ്പം കഴിഞ്ഞാൽ ബ്രഹ്മാവ് മരിക്കും. മരിക്കാത്തത് ഈശ്വരൻ മാത്രം, കാരണം അതൊരിക്കലും ജനിക്കാത്തതാണ്. എപ്പോഴെങ്കിലും ജനിച്ചുവെങ്കിൽ എപ്പോഴെങ്കിലും മരണവും നിശ്ചയം. ജാതസ്യ ധ്രുവോ മൃത്യുഹു. ഗീതയിൽ ഭഗവാൻ പറയും, ജനിച്ചാൽ മരണം നിശ്ചയം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിശ്ചയമായി വരുന്നത് മരണം. അനിശ്ചിതത്വമുള്ളതും മരണം. മരിക്കുമെന്ന കാര്യം ഉറപ്പാണ്, പക്ഷേ എപ്പോൾ മരിക്കുമെന്നറിയില്ല, അനിശ്ചിതത്വമുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റു എന്നത് സത്യം, നാളെ രാവിലെ എഴുന്നേൽക്കുമെന്നത് വിശ്വാസം. കാരണം ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന 60,000 ആളുകൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടില്ല. ഭൂമിയിൽ 800 കോടി ജനങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു, 60,000 ആളുകൾ രാവിലെ എഴുന്നേൽക്കുന്നില്ല എന്ന് കണക്കുകൾ പറയുന്നു. എങ്കിൽ നിങ്ങളും ഞാനും ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്, നാളെ രാവിലെ എഴുന്നേൽക്കുമെന്നത് വിശ്വാസമാണ്. അതാണ് വിശ്വാസം, ശാസ്ത്രം, യുക്തി, ഇത് മൂന്നിനും തുല്യ പ്രാധാന്യം ഇന്ന് കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്ന ഓരോന്നും വിശ്വാസമാണ്. ജീവിതത്തിലെ നാള എന്ന് പറയുന്നത് വിശ്വാസമാണ്. ഫെബ്രുവരി 2025 ഞാൻ ഇന്നേത് ചെയ്യുമെന്ന് പറയുന്നത് ആ ദിവസം ഞാൻ ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ്. വിശ്വാസത്തെ മാറ്റി നിർത്തുവാൻ സാധ്യമല്ല. ശാസ്ത്രം, സത്യത്തിന്റെ അന്വേഷണം. നിരന്തരമായിട്ട് ശാസ്ത്രത്തിന് പിന്നാലെ സഞ്ചരിക്കുന്ന ശാസ്ത്രകാരൻ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആകാശത്തിൽ പറവയെ പോലെ സഞ്ചരിക്കുവാനും ജലത്തിൽ മത്സ്യത്തെ പോലെ സഞ്ചരിക്കുവാനും ചന്ദ്രനിലേക്ക് പേടകമയക്കുവാനും ചൊവ്വയിലേക്ക്
പേടകമയക്കുവാനും അവന് കഴിയുന്നത് അവന്റെ ശാസ്ത്രബുദ്ധിയാണ്. ശാസ്ത്രം ഒരുപോലെ വിശ്വാസത്തിന് മുമ്പോട്ട് പോകണം. 3 യുക്തിയാണ്. ആരാണ് ഹിന്ദു എന്ന് ചോദിച്ചപ്പോൾ ഉയർന്ന തലത്തിൽ യോഗവാസിഷ്ഠത്തിൽ വാൽമീകി മഹർഷി പറഞ്ഞിട്ടുണ്ട്, യുക്തിയുക്തം ഉപാദേയം വചനം ബാലകാദവി. യുക്തിയുക്തമായത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കും. അന്യത് യുക്തിരഹിതമായത് തൃണമിവത്യാജ്യം പുല്ലുപോലെ വലിച്ചെറിയൂ. അപ്യുക്തം പത്മജന്മനാം സാക്ഷാൽ ബ്രഹ്മാവ് വന്നിട്ട് നമ്മുടെ യുക്തിക്ക് ചേരാത്തത് പറഞ്ഞാൽ ബ്രഹ്മാവിനോട് ഗെറ്റൗട്ട് പറയുവാൻ ധൈര്യവും സ്വാതന്ത്ര്യമുള്ളവന്റെ പേരാണ് ഹിന്ദു. ഇതാണ് നമ്മുടെ ദാർശനിക തലമെന്ന് പറയുന്നത്. ഇതം ഗീതാശാസ്ത്രം സർവവേദാർത്ഥ സാരസംഗ്രഹം. 4 വേദങ്ങളുടെയും സാരസംഗ്രഹമാണ് ഭഗവത്ഗീത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. 18 അധ്യായങ്ങളിൽ 700 ശ്ലോകമുള്ള ഭഗവത്ഗീതയിലെ 18ാമത്തെ അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 63ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നു, അർജുന, ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ. നീ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത അതീവ ഗുഹ്യങ്ങളായ തത്വചിന്തകളെ മുഴുവൻ ഞാൻ നിന്നോട് പറഞ്ഞു തന്നു കഴിഞ്ഞു. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നീ ഇതിനെ കണ്ണടച്ച് സ്വീകരിക്കരുത്, വിശ്വസിക്കരുത്. വിമർശതൈതശേഷേണ, വിമർശന ബുദ്ധിയോടുകൂടി ഇതിനെ വിചിന്തനം ചെയ്യുക. യുക്തിബോധത്തിലിട്ട് തട്ടിച്ചു നോക്കുക, ഉരച്ചു നോക്കുക. യഥേച്ഛസി തഥാ ഗുരു. ശരിയെങ്കിൽ സ്വീകരിക്കുക. നോക്കൂ, നമ്മൾ ഹിന്ദുക്കൾക്കല്ലാതെ ഈ മഹാഭാഗ്യം എവിടെയുള്ള? ഹിന്ദുവിനെ പോലെ മഹാഭാഗ്യമുള്ള ഒരു ജനത ഈ ആകാശത്തിന് കീഴിൽ എവിടെയാ ഉള്ളത്? ആ ഹിന്ദുവിനെ തിരിച്ചറിയാത്ത 3ാമത്തെ ഹിന്ദു ആരാണ്? 4ാമത്തെ ഹിന്ദു ഞങ്ങൾ ഹിന്ദുക്കളെ അല്ല എന്ന് പറയുന്നവരാണ്. APJ അബ്ദുൽ കലാം ഹിന്ദു മുസ്ലിം ആയിരുന്നു. ജോർജ് ഫെർണാണ്ടസ് ഹിന്ദു ക്രിസ്ത്യാനി ആയിരുന്നു. അടൽ ബിഹാരി വാജ്പേയി എന്ന RSSന്റെ പ്രചാരകനായ ഹിന്ദു ഈ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഈ മണ്ണിന്റെ പ്രധാനമന്ത്രി ഹിന്ദുവായിരുന്നു, രാഷ്ട്രപതി ഒരു ഇസ്ലാമായിരുന്നു, രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി ഒരു ക്രിസ്ത്യാനിയായിരുന്നു. മുസ്ലിമായ രാഷ്ട്രപതിയെയും ഹിന്ദുവായ പ്രധാനമന്ത്രിയെയും ക്രിസ്ത്യാനിയായ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയെയും പ്രിയമുള്ളവരെ ഈ ആകാശത്തിന് കീഴിൽ മറ്റെവിടെ കാണുവാൻ കഴിയും ഈ ഭാരതഭൂമിയിലല്ലാതെ? അതാണ് ഈ മണ്ണിന്റെ സൗന്ദര്യം, അതാണ് ഈ മണ്ണിന്റെ മഹിമ എന്ന് അറിയുന്നവർ ഇന്ന് വളരെ വേഗം ഹിന്ദുത്വം എന്ന് പറയുന്ന നമ്മുടെ ദേശീയതയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. 1995 സുപ്രീം കോടതി പറഞ്ഞു, എന്താണ് ഹിന്ദുത്വം? ഹിന്ദുത്വ ഇറ്റ് ഈസ് നോട്ട് എ റിലിജിയൻ, ഇറ്റ് ഈസ് ദ വേ ഓഫ് ദ ലൈഫ് ഓഫ് ദ നേഷൻ. ഹിന്ദുത്വം ഒരു മതമല്ല, അത് ഈ രാഷ്ട്രത്തിന്റെ ജീവിത പദ്ധതിയാണ്. 1919 ശേഷം സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത മഹാത്മാഗാന്ധി ഒരു കയ്യിൽ തുളസിമാലയും മറുകയിൽ ഭഗവത്ഗീതയുമായി ഭാരതം മുഴുവൻ യാത്ര ചെയ്ത മഹാത്മജിയോട് ഗ്രാമീണരായ പാവപ്പെട്ടവർ ചോദിച്ചു, ഗാന്ധിജി, സാഹിബിനെ ഓടിച്ചിട്ട് നമ്മളിപ്പോൾ ഏത് രാജ്യം ഉണ്ടാക്കാൻ പോകുന്നത്? ഗാന്ധിജി പറഞ്ഞു, രാമരാജ്യം. പിന്നീട് ഒരു ചോദ്യം ഉണ്ടായില്ല, ഒരു സംശയവും ജനങ്ങൾക്കില്ലായിരുന്നു. സാഹിബിനെ ഈ മണ്ണിൽ നിന്നും ഓടിച്ചതിന് ശേഷം നാം ഉണ്ടാക്കാൻ പോകുന്ന രാജ്യത്തിന്റെ പേര് രാമരാജ്യം. ഹേറാം മുഴക്കിക്കൊണ്ടാണ് അദ്ദേഹം മരിച്ചു വീണത് പോലും. അത്രമാത്രം ആഴത്തിൽ രാമനീ നാടിന്റെ ആത്മാവായി വിരാജിക്കാൻ തുടങ്ങിയിട്ട് ത്രേതായുഗത്തിലെ രാമനാണ്. പക്ഷെ ആ രാമന് ഷെഡായിരുന്നു ഭാരതം വിരിച്ചത്. ഞാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരി 1 മുതൽ ഏപ്രിൽ മാസം വരെ ഭാരതയാത്ര നടത്തുവാൻ ഒരു അവസരം ലഭിച്ചു. ഈ സമയത്ത് ഞാൻ അയോധ്യയിൽ പോയിരുന്നു. 4000-ഓളം ആളുകൾ അഹോരാത്രം അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുക. അവിടെ ഒരു മറച്ചതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല രാമക്ഷേത്രത്തിന്റെ പണിയല്ല, കുറേ ക്രെയിനുകൾ ഇങ്ങനെ കണ്ടു. പക്ഷെ അപ്പോഴും അന്നത്തെ ചൈതന്യമൂർത്തിയായ രാമനെ പുതിയ വിഗ്രഹത്തിലേക്ക് ലയിപ്പിച്ചതാണ്. ആ രാമനൊരു ഷെഡിന്റെ ഉള്ളിലാണ്. നേപ്പാളിൽ സീതാദേവിയുടെ അമ്പലം കണ്ടിട്ടുണ്ടാവും, മഹാത്ഭുതം. പക്ഷേ സീതാദേവിയുടെ ഭർത്താവിന്റെ അമ്പലം ഷെഡായിരുന്നു. ആ രാമന് ഷെഡ് പണിതവരായിരുന്നു നമ്മൾ ഹിന്ദുക്കൾ. പക്ഷേ 77 യുദ്ധത്തിൽ 3 ലക്ഷത്തിൽ പരം ഹിന്ദുക്കൾ ജീവൻ ബലിദാനം നൽകിയ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് വേണ്ടി ഇന്ന് പ്രൗഢഗംഭീരമായ ആ രാംലല്ലയെ പ്രതിഷ്ഠ കാണുവാൻ നമ്മൾ പോകുമ്പോൾ ആ ഭാരരൂപത്തിലുള്ള രാമനെ കണ്ട് മനസ്സും ഹൃദയവും നിറഞ്ഞ് കണ്ണുകളും നിറഞ്ഞ് തിരിച്ചു വരുമ്പോൾ നന്ദിയോടുകൂടി സ്മരിക്കുക, 3 ലക്ഷത്തിൽ പരം എന്റെ ഹൈന്ദവ സോദരങ്ങൾ ജീവൻ ബലിദാനം നൽകിയിട്ട് തിരിച്ചു പിടിച്ചതാണ്
ഈ അയോധ്യ എന്ന് മറന്നു പോകരുത്. ഇനി നമുക്ക് തിരിച്ചു കിട്ടേണ്ടത് കാശിയും മധുരയുമാണ്. ഇതൊരു വെല്ലുവിളിയേ അല്ല. കാശിയും മധുരയിലും ചെല്ലുന്ന ഏതൊരു ഹിന്ദുവിന്റെയും ഹൃദയം മുറുകിപ്പോകും. കാശിയിൽ ചെന്നാൽ ഇപ്പൊ യോഗി ആദിത്യനാഥ് യോഗിജി അവിടെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആ ചതുപ്പ് ഓടയിൽ നിന്ന് ഒരുപാട് കുടുംബങ്ങളെ ഒഴിവാക്കി അവർക്കെല്ലാം ഫ്ലാറ്റുകൾ പണിതു കൊടുത്തു. അവരെല്ലാം സന്തോഷത്തോടുകൂടി ഫ്ലാറ്റിലേക്ക് പോയപ്പോൾ അതിന്റെ കോമ്പൗണ്ട് ഒന്ന് വലുതാക്കി കിട്ടി, വലിയ മതില്. പക്ഷേ നമ്മൾ ദയനീയമായൊരു കാഴ്ചയാണ്. ശിവക്ഷേത്രത്തിൽ നന്ദികേശനെ കാണാം, ഭഗവാന്റെ കാള. ആ നന്ദികേശൻ നോക്കി നിൽക്കേണ്ടത് ഭഗവാന്റെ മുഖത്തേക്കാണ്. പക്ഷേ ഭഗവാന്റെ മുഖത്തിന്റെ സ്ഥാനത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു പള്ളി. മതേതൃത്വത്തിനു വേണ്ടി അമ്പലത്തിന്റെ കൊടിമരത്തിന്റെ സ്ഥാനത്ത് പള്ളി പണിയാൻ പറ്റുമോ? പറ്റില്ല. ആർക്കും ചെന്ന് കണ്ട് ബോധ്യപ്പെടാവുന്ന വർഷങ്ങളായി ഒരാരാധനയും നടക്കാത്ത അതിന്റെ ഏതാനും നിലവറകൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഹിന്ദുക്കൾക്ക് കോടതി തുറന്നു കൊടുത്തു. തുറന്നതും പൂജ ആരംഭിക്കുകയും ചെയ്തു. മധുരയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച ജയിലിൽ നമുക്ക് അല്പസമയം ഇരിക്കാം. അല്പസമയം. ഭഗവാൻ ജനിച്ച ജയിലിൽ ഇവിടെയാണല്ലോ ദ്വാപരയുഗത്തിൽ എന്റെ പ്രിയപ്പെട്ട ഭഗവാൻ ജനിച്ചത്. അമ്മാവനെ ഭയന്നിട്ട് ദേവകി മാതാവ് പ്രസവിച്ചത് ഈ പൊന്നോമന കുട്ടനെ ഇവിടെയാണല്ലോ എന്നോർത്ത് നമുക്ക് സന്തോഷിക്കുമ്പോൾ 2 ചുമരുകൾക്കപ്പുറം തന്റെ അമ്മയായ ദേവകിയുടെ കൊട്ടാരം പള്ളിയായി മാറിയ ദയനീയമായ കാഴ്ചയും പ്രിയ സോദരരെ, ഹൈന്ദവരെ നമുക്ക് കാണുവാൻ കഴിയും. ഗസ്നിയും ഗോറിയും ഖിൽജിയും തുഗ്ലക്കും ബാബറും ഹുമയൂണും ഷാജഹാനും ബഹദൂർ ഷാ രണ്ടാമൻ വരെയുള്ള 700 വർഷക്കാലത്തെ മതഭ്രാന്തിന്റെ പടയോട്ടത്തിൽ 40 ലക്ഷത്തിൽ പരം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു. 30,000 ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. 3000-ഓളം ക്ഷേത്രങ്ങൾ പള്ളികളായി രൂപാന്തരപ്പെട്ടു. 2997 നമുക്ക് മറക്കാം, സഹിക്കാം. പക്ഷെ അയോധ്യ, കാശി, മധുര മറക്കാനോ പൊറുക്കാനോ സഹിക്കാനോ വിട്ടുകൊടുക്കുവാനോ കഴിയില്ല. കാരണം അയോധ്യ രാമന്റെ ജന്മഭൂമി, രാമോ വിഗ്രഹവാൻ ധർമ്മ. മധുര ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മഭൂമി. കാശി ആരുടെ ജന്മഭൂമിയാണ്? കാശി ജന്മഭൂമിയല്ല. കൈലാസനാഥനും പാർവതി ദേവിയും ഒന്നിച്ചു വിഹരിക്കുന്ന, മരിച്ചാൽ മോക്ഷം കിട്ടുവാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ദിവസവും ചെന്ന് മരിക്കുന്ന പുണ്യഭൂമിയായ കാശി, ഭഗവാന്റെ മധുര, ഭഗവാന്റെ അയോധ്യ നമുക്ക് തിരിച്ചു ലഭിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഓരോ രാജ്യത്തിനും അതിൻ്റെതായ പൈതൃകം, സംസ്കാരം, പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെ, പൈതൃകത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് ആ രാജ്യത്തിന് ശ്രേയസ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ശബരിമലയെ തകർക്കുവാൻ പരിശ്രമിച്ചതിന് ശേഷം സ്വസ്ഥവും സ്വൈരവും കേരളത്തിനുണ്ടായിട്ടില്ല. രാമക്ഷേത്രം തിരിച്ചു വന്നതോടുകൂടി ഭാരതം ശാന്തമായി. ഭാരതം ഇന്ന് ശാന്തമാണ്. കാരണം പ്രതീക്ഷിക്കുന്നത് 5 കോടി ആളുകളെ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിന്റെ സംഖ്യ ഒരു 2030 ആകുമ്പോഴേക്കും വർഷം 25 കോടിയിൽ പരം ഭക്തന്മാർ വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ഈ 22-ാം തീയതി അവിടെ പ്രാണപ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നഷ്ടപ്പെട്ട ഓരോന്നും അതിവേഗം വീണ്ടെടുത്തുകൊണ്ട് നാം മുന്നോട്ട് സഞ്ചരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ ദൗത്യം അവസാനിച്ചിട്ടില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഒരു കാലത്ത് നമ്മളെ അകറ്റിയത് ജാതീയതയായിരുന്നു. തൊട്ടുകൂടായ്മ, തെണ്ടിക്കൂടായ്മ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ള അവസ്ഥ. കൊടുങ്ങല്ലൂരിൽ വന്നു വിവേകാനന്ദ സ്വാമികൾ. ആ സ്വാമിജിയുടെ കുതിരവണ്ടി തെളിച്ചത് ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ആ ക്രിസ്ത്യാനി എന്നാൽ ശ്രീകൃഷ്ണന്റെ ഭജന പാടുന്നു. ശ്രീകൃഷ്ണന്റെ മനോഹരമായ ഭജന പാടുന്ന ക്രിസ്ത്യാനിയോട് സ്വാമിജി ചോദിച്ചു, അല്ല ക്രിസ്ത്യാനി, എവിടുന്ന് പഠിച്ചെടുത്തു ഇത്? അപ്പൊ പറഞ്ഞു, സ്വാമിജി, ഞാൻ 2 വർഷം മുമ്പ് വരെ ഒരു പുലയനായിരുന്നു. അന്ന് ഈ നമ്പൂതിരിയെ കാണുമ്പോൾ ഞാൻ ഓടി ഒളിക്കേണ്ടവരായിരുന്നു. പക്ഷെ ഞാൻ മതം മാറി ക്രിസ്ത്യാനിയായപ്പോൾ അതേ നമ്പൂതിരിയുടെ വീട്ടിലെ കാര്യസ്ഥനാക്കി എന്നെ. തൊട്ടുകൂടാത്ത, തെണ്ടിക്കൂടാത്തവൻ മതം മാറി മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയാൽ അവനെ ഇരുകൈകളിൽ നിന്നിട്ട് സ്വീകരിക്കുന്ന അവസ്ഥാവിശേഷം അന്ന് കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെ മതപരിവർത്തനത്തിന് കാരണമാകുന്നു എന്നറിഞ്ഞ സ്വാമിജി ഡോക്ടർ പൽപുവിനോട് പറഞ്ഞു, ആധ്യാത്മിക ആചാര്യന്മാരുടെ പിന്തുണയോടുകൂടി ഒരു നവോത്ഥാനത്തിന്റെ വിപ്ലവം കേരളത്തിൽ കാലമായിരിക്കുന്നു. അതുകൊണ്ട് കേരളം ഒരു ഭ്രാന്താലയമാണ് ഇന്ന്. ആ ഭ്രാന്താലയത്തിൽ നിന്ന് കേരളത്തെ തീർത്ഥാലയത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ ആചാര്യന്മാരെ കണ്ടെത്തൂ. ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമി തിരുവടികൾ, മഹാത്മാ അയ്യങ്കാളി,
മന്നത്ത് പത്മനാഭൻ, പി കെ മാധവൻ, പണ്ഡിറ്റ് കറുപ്പൻ, ആർ ശങ്കർ, കുമാരനാശാൻ, സഹോദരൻ അയ്യപ്പൻ, ഡോക്ടർ പൽപു, എണ്ണിയാലിടുങ്ങാത്ത നവോത്ഥാന നായകന്മാരും ആചാര്യന്മാരും ചേർന്ന് നമ്മൾ ഈ ഹിന്ദുക്കളുടെ പ്രശ്നം ഹിന്ദുക്കളായിട്ട് അങ്ങോട്ട് പരിഹരിച്ചു. പ്രിയമുള്ളവരുടെ ജാതീയത, ഒത്തുകൂടായ്മ, ദണ്ഡിക്കൂടായ്മ പവിത്രമായ നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗമായിരുന്നു. മഹാഭാരതത്തിൽ ഭീമന്റെ ഒരു ഭാര്യയുടെ പേര് ഹിഡുംബി എന്ന കാട്ടുപെണ്ണായിരുന്നു. ഭീമന്റെ ഒരു ഭാര്യ, അതിൽ ജനിച്ച മകന്റെ പേരാണ് ഗഡോൽക്കജൻ. അർജുനന്റെ ഒരു ഭാര്യ മുക്കുവസ്ത്രീയായിരുന്നു ലൂപി. ശന്തനു മഹാരാജാവിന് സത്യവതി എന്ന മുക്കുവസ്ത്രീയിൽ ജനിച്ച ആ മുക്കുവനായ വേദവ്യാസനാണ് വേദങ്ങളെ നാലായി പകുത്തത് കൃഷ്ണദ്വൈപായനൻ. കൃഷ്ണൻ കറുത്ത വർണ്ണത്തോടൊത്തവൻ, ദ്വൈപായനൻ ദ്വീപിൽ ജനിച്ചവൻ. ആ കൃഷ്ണദ്വൈപായൻ അനാദിയായ വേദത്തെ ഋക്ക്, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ നാലായി പകുത്തപ്പോൾ അദ്ദേഹത്തിന് വേദത്തെ വ്യസിച്ചവൻ വേദവ്യാസനായി മാറി. മുക്കുവനായ ഹിന്ദുവിന്റെ അടിസ്ഥാന പ്രമാണത്തെ വ്യസിച്ചത് ലോകാരാധ്യയായ സുധാമണി മാതാ അമൃതാനന്ദമയി ദേവിയാകുന്നു, അരയത്തിപ്പൻ പെറ്റ മകൾ. അതുകൊണ്ടാണല്ലേ നമ്മുടെ ഗണഗീതത്തിൽ പാടുന്ന പാട്ടുണ്ട്, ആമരമീ മരമെന്നോതി അമരത നേടിയ വനവേടൻ, കടത്തുകാരനെ കെട്ടി പുണരും കാനനഗാമി ഭൂപാലൻ, അരയത്തിപ്പൻ പെറ്റ മകൻ, വേദം നാലായി പകുത്തവൻ, പറച്ചി പെറ്റൊരു പന്തിരു കുലവും തോൾ ചേർന്നമരും നാടാണേ. പറച്ചി പെറ്റ പന്തിരുകുലം ആരൊക്കെയാ? നാരായണത്ത് ഭ്രാന്തൻ എന്ന കവിത കേട്ടിട്ടില്ലേ? അതില് മധുസൂദൻ നായർ വളരെ മനോഹരമായിട്ട് പാടുന്നുണ്ട്. ചാത്തമൂട്ടാനൊത്തു ചേരുമാറുണ്ടെങ്ങൾ ചേട്ടന്റെ ഇല്ലപ്പറമ്പിൽ. അഗ്നിഹോത്രിയുടെ പറമ്പിൽ ഞങ്ങൾ ഒന്നിച്ചു ചേരാണ്ട്. ആരൊക്കെയാ? ചാത്തനും പാണനും പാക്കനാരും പെരുന്തച്ഛനും നായരും വള്ളുവോനും ഉപ്പുകൊറ്റനും രജകനും കാരക്കലമ്മയും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും, വെറും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും. ഒന്നാമത്തെ മകൻ നമ്പൂതിരിയാണ്, അഗ്നിഹോത്രി. മറ്റൊരു മകൻ ചാത്തമൂട്ടാനത്തു ചേരുമാറുണ്ടെങ്കിൽ ചേട്ടന്റെ ഇല്ലപ്പറമ്പിൽ. ആരൊക്കെയാണ് മക്കൾ? ചാത്തൻ, പാണൻ, പാക്കനാര്, പെരുന്തച്ഛൻ, നായര്, വള്ളുവോൻ, ഉപ്പുകൊറ്റൻ, രജകൻ, കാരക്കലമ്മ, പിന്നെ ഈ ഭ്രാന്തനും. അങ്ങനെ 12 മക്കൾ ഒന്നിച്ചു ചേരുമ്പോൾ വരരുചിക്കുണ്ടായ ഈ 12 മക്കളെ 12 പേരെടുത്തു വളർത്തി. ഒന്നാമത്തെ കുഞ്ഞിനെ കിട്ടിയത് ഒരു നമ്പൂതിരി കുടുംബത്തിലായിരുന്നു. അയാൾ അഗ്നിഹോത്രിയായി വളർന്നു. പറച്ചിവറ്റ പന്തിരുകുലത്തിലെ ഈ 12 മക്കളെ കുറിച്ചുള്ള ഐതിഹ്യം പഠിപ്പിക്കുമ്പോൾ ജാതീയത, തൊട്ടുകൂടായ്മ, തിണ്ടിക്കൂടായ്മ എവിടെയായിരുന്നു? രാമായണത്തിൽ ഇല്ലാത്തതാണെങ്കിലും നമ്മളൊരു കഥ കേട്ടു. രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകിയായി മാറിയെന്നു. കാട്ടാളൻ എന്ന് പറഞ്ഞാൽ വനവാസി, വനവാസി എന്നാൽ സർക്കാരിന്റെ ഭാഷയിൽ ആദിവാസി. ഇന്ന് ഏത് വിഭാഗത്തിലാണത്? അവർക്കാണ് രാമായണം രചിക്കുവാൻ കഴിഞ്ഞത്. ഇനി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഇപ്പോഴത്തെ ജാതീയത OBC അല്ലേ? യാദവ കുലവംശജൻ. ലാൽ പ്രസാദ് യാദവിന്റെ, മുലായം സിംഗ് യാദവിന്റെ ഒക്കെ കൂടപ്പെട്ട ആളാ. എവിടെയായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ തൊട്ടുകൂടായ്മ, തിണ്ടിക്കൂടായ്മ? ചാതുർവർണ്ണ്യം മയാസിഷ്ടം ഗുണകർമ്മ വിഭാഗ. 4 വർണ്ണങ്ങൾ ഞാൻ ഉണ്ടാക്കി. ആരാണ്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ആരാണ് ബ്രാഹ്മണൻ? സാത്വികസ്യ സത്വപ്രധാനസ്യ ബ്രാഹ്മണസ്യ ശമദമൈത്യാദീനി കർമാണി. ശമം, ദമം, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുവാൻ കഴിയുന്ന, നല്ല ക്ഷമാശീലം, ബുദ്ധിശക്തിയുള്ള, എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു നല്ല അധ്യാപകൻ, നല്ല ശാസ്ത്രകാരൻ എപ്പോഴും ബ്രാഹ്മണൻ ആയിരിക്കണം. APJ അബ്ദുൽ കലാം ഏറ്റവും നല്ല ബ്രാഹ്മണന്മാരിൽ ഒരാളാണ്. മതം ചോദിച്ചാൽ ഇസ്ലാമാണ്. നിങ്ങൾ ഏത് അച്ഛന്റെ അമ്മയുടെ മകനായി ജനിച്ചു എന്നതല്ല, നിങ്ങളുടെ ഗുണം ഏതാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ബ്രാഹ്മണനാകുന്നത്. ആരാണ് ക്ഷത്രിയൻ? വീരശൗര്യ പരാക്രമം ക്ഷത്രിയ ലക്ഷണം. വീര്യം, ശൗര്യം, പരാക്രമം. ആരാണ് ഒരു ഭരണാധികാരി? എപ്പോഴും ക്ഷത്രിയനായിരിക്കണം. നമ്മുടെ പ്രധാനമന്ത്രി ക്ഷാത്രവീര്യത്തിന്റെ മകുടോദാഹരണമാണ്. ആരായിരിക്കണം? ഒരു നല്ല കച്ചവടക്കാരൻ, അവൻ വൈശ്യനായിരിക്കണം. MA യൂസഫ് അലി നല്ല വൈശ്യനാണ്, കൃഷി, ഗോരക്ഷ, വാണിജ്യം. ആരാണ് ഒരു ശൂദ്രൻ? അതൊരു താണജാതിയാണ് എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സാഹിത്യകാരന്മാർ പറയുന്നത്. അങ്ങനെയല്ല. ശൂദ്രൻ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ജോലി ചെയ്യേണ്ടാത്തവൻ,
എല്ലാ മേഖലയിലും ബുദ്ധി ഉപയോഗിക്കാതെ ജോലി ചെയ്യുന്ന ആളുകൾ, സ്വന്തം ബുദ്ധി ഉപയോഗിച്ചൊന്നും ചെയ്യാതെ നേതാവ് പറഞ്ഞാൽ 10 ആളെടുക്കേണ്ട പണിയെടുക്കുന്ന ആളുകൾ, വിശേഷ ബുദ്ധിയും വിവേചന ബുദ്ധിയും നഷ്ടപ്പെട്ടു പോയ ആളുകൾ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പൊ നിങ്ങൾ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമാകുന്നത് ഗുണകർമ്മ വിഭാഗ, നിങ്ങളുടെ ഗുണത്തിന്റെ നിങ്ങളുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശുദ്ധമായിട്ട് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീട് ജാതീയത, ഒട്ടുകൂടായ്മ, ദണ്ഡിക്കൂടായ്മ ഒക്കെ വന്നു. പക്ഷെ അന്ന് അമേരിക്കയിൽ അടിമക്കച്ചവടം ഉണ്ടായിരുന്നു. അത് സുൽഫിയ വേണം പറയില്ല. അറബിയിൽ അടിമക്കച്ചവടം 10 കൊല്ലം മുമ്പ്, 5 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു. യസീദി പെൺകുട്ടികളെ ISIS ഭീകരന്മാർ സിറിയൻ തെരുവോരങ്ങളിൽ അടിമകളായിട്ട് വിട്ടിട്ടില്ലേ? ഗൂഗിൾ സെർച്ച് ചെയ്യും. അമേരിക്കയിൽ അടിമക്കച്ചവടം നിരോധിച്ചത് എബ്രഹാമികനാണ്. രക്തരൂക്ഷിതമായ ഒരുപാട് വിപ്ലവങ്ങൾക്കൊടുവിൽ, ആയിരക്കണക്കിന് മരണങ്ങൾക്കൊടുവിലാണ് അറേബ്യയിലും അമേരിക്കയിലും അടിമക്കച്ചവടം നിരോധിച്ചതെങ്കിൽ പുലയനെ പറയനെ അമ്പലത്തിൽ കയറ്റുവാൻ ഒരു തുള്ളി ചോര പൊടിയേണ്ടി വന്നിട്ടില്ല ഈ കേരളത്തിൽ എന്നത് നമുക്ക് അഭിമാനമുള്ള കാര്യമാണ്. 924 വൈക്കം സത്യാഗ്രഹം 100ാമത്തെ വർഷം മഹാത്മാഗാന്ധി ഇടപെട്ടൊരു കേസാണ്. അന്ന് ചടമ്പിസ്വാമി തിരുവടികളുണ്ട്, ശ്രീനാരായണ ഗുരുദേവനുമുണ്ട്. ഈ 2 മഹാത്മാക്കളും ഒരുപോലെ പിന്തുണച്ച ഒരു സമരം. വൈക്കം ശിവക്ഷേത്രവും അനുബന്ധ റോഡുകളും എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടതാണെന്ന് പറഞ്ഞിട്ട് കെ മാധവൻ നടത്തിയ സമരം, അതൊന്നും തന്നെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സംഭാവനയല്ല. ഹിന്ദുക്കൾക്ക് പ്രോബ്ലം ഉണ്ടായി, ഹിന്ദുക്കളായിട്ട് അത് പരിഹരിച്ചു. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ പരിഹരിച്ച് മുന്നേറിയ ഹിന്ദു എന്ത് സംഭവിച്ചിരുന്നു? ആലുവയിൽ തന്ത്രവിദ്യാപീഠമുണ്ട്. നിങ്ങൾ പുലയനോ പറയനോ നായരോ ഈഴവനോ ചോദ്യമല്ല. പൂജകനാകുവാൻ തയ്യാറാണോ? 6 മാസത്തെ പൂജാ പഠനത്തിലൂടെ നിങ്ങൾ ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾക്ക് അമ്പലത്തിലെ ശാന്തിക്കാരനാവാം. എത്രയോ പുലയ സമൂഹത്തിൽപ്പെട്ട, പറയ സമൂഹത്തിൽപ്പെട്ട, വനവാസി സമൂഹത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് ശാന്തിക്കാരായിട്ടുണ്ട്. നാം ഓർക്കുക, ഹിന്ദു അത്രമാത്രം നവോത്ഥാനത്തിന് വിധേയമായി. 33 കോടി ദൈവങ്ങളിൽ വിശ്വസിക്കുമ്പോഴും ഹിന്ദുവിൽ ദൈവത്തിന്റെ പേരിൽ പ്രശ്നമുണ്ടോ? ഏകദൈവത്തിന്റെ പേര് പറഞ്ഞിട്ടാണോ ലോകത്തിൽ തമ്മിൽ തല്ലുന്നത്? ബഹുദൈവത്തിന്റെ പേരിലാണോ? 33 കോടി ദൈവങ്ങളിൽ വിശ്വസിക്കുമ്പോഴും ദൈവത്തിന്റെ പേരിൽ സംഘർഷമില്ലാത്തവനാണ് ഹിന്ദു. ഞങ്ങളുടെ മതമാണ് ശ്രേഷ്ഠം, ഞങ്ങൾ ഏകദൈവത്തിന്റെ ആളുകളാണ്, ഞങ്ങൾക്ക് ഏക ഗ്രന്ഥമേ ഉള്ളൂ എന്ന് പറയുന്നവർ അവരുടെ പള്ളിയിൽ പരസ്പരം കയറാറില്ല. അവർ തമ്മിലടിച്ചിട്ട് നിരവധി പള്ളികൾ നിങ്ങളുടെ നാട്ടിലടക്കം പൂട്ടിക്കിടക്കുന്നുണ്ട്. എന്നാൽ ഹിന്ദുക്കൾ തമ്മിലടിച്ചിട്ട് ഒരമ്പലവും ഇന്ന് പൂട്ടിക്കിടക്കുന്നില്ല. ഉണ്ടോ? അതുകൊണ്ട് ഹിന്ദുവിന് ഐക്യമില്ല എന്ന് നമ്മളായിട്ട് പറയരുത്. ഹിന്ദുവിനെ പോലെ ഐക്യമുള്ള ഒരു ജനത ഈ ആകാശത്തിന് കീഴിൽ മറ്റൊരു മതത്തിലും നിങ്ങൾക്ക് കാണുവാൻ സാധ്യമല്ല. 33 കോടി ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ 4 വേദവും 5 ഉപവേദവും 6 വേദാംഗങ്ങളും 18 പുരാണങ്ങളും 64 കലകളും 108 ഉപനിഷത്തുക്കളും അതിന്റെ പേരിൽ എന്തെങ്കിലും അടിയുണ്ടോ? നാരായണീയമാണ് വലുത്, ഭഗവത്ഗീത കൊള്ളില്ല എന്ന് പറയുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഭഗവത്ഗീതയേക്കാൾ മികച്ചത് രാമായണമാണ്, അല്ല മഹാഭാരതമാണെന്ന് പറയുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ? നമ്മുടെ പൂജാമുറിയിൽ ഏതൊക്കെ ദൈവങ്ങളുണ്ട്? ശിവനുണ്ട്, വിഷ്ണുവുണ്ട്, ഇല്ലേ, ഗുരുവായൂരപ്പനുണ്ട്, ശബരിമല അയ്യപ്പനുണ്ട്, എല്ലാ ദൈവങ്ങൾക്കും സ്ഥാനമുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോ അവിടെ യേശു ഉണ്ട്, പൂജാമുറിയിലാണ്. ഇതൊക്കെ ഹിന്ദുവിന് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങളൊരു ബസ് കയറിയിട്ട് ആ ബസ്സിൽ ഒരു ഗണപതി, ഒരു കുരിശ്, ഒരു മക്കയുടെ ഫോട്ടോ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ ബസ്സിന്റെ ഓണറുടെ പേര് ഗംഗാധരൻ, നാരായണൻ, അങ്ങനെ വല്ലതും. ഉറപ്പായിട്ടും അങ്ങനെയായിരിക്കും. നിങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് അവിടെ ഈ തരത്തിലൊരു ഫോട്ടോ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ ഹോട്ടലിന്റെ ഓണർ ഒരു ഹിന്ദു ആയിരിക്കും. എന്തിനേറെ ക്രിസ്മസിന് നക്ഷത്രം തൂക്കേണ്ടത് നമ്മളുമല്ലേ? നക്ഷത്രം തൂക്കേണ്ടത് പോലെ നമ്മളാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ സകല ഹിന്ദു വീടുകളിലും എന്തുണ്ടാവും? നക്ഷത്രം ഉണ്ടാവും. പക്ഷേ തിരിച്ചറിവ് അല്പം കുറവാണ് ഹിന്ദുവിൽ. നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ധർമ്മമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ തൃശ്ശൂർ MP TN പ്രതാപൻ സാറിന്റെ ഒരു പ്രസംഗം കേൾക്കുവാനിടയായി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലാതിരിക്കുക, അതൊക്കെ പുറത്ത് പറയാൻ നമുക്ക്. എന്നാൽ അദ്ദേഹം ഒരു ഹിന്ദുവാണ്. അദ്ദേഹം പ്രശംസിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഇസ്ലാമിന്റെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിലൊരു തെറ്റില്ല. പക്ഷെ സ്വന്തം ധർമ്മത്തിന്റെ മഹത്വം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
കാന്തപുരം ഉസ്താദിനെയും കൂട്ടിയിട്ട് ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ വന്നിട്ട് അവിടെ പന്നി ബിരിയാണി ആണെങ്കിൽ അദ്ദേഹം അവിടെ വെള്ളം കുടിക്കുമോ? കുടിക്കില്ല. ഞങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്ത് വാണിമേലിൽ ഒരു സേവാ കേന്ദ്രം തുടങ്ങിയാണ്. അതിന്റെ കോൺക്രീറ്റ് വർക്കിന് വേണ്ടിയിട്ട് 29 ബംഗാളികൾ വന്നു, 29 പേര് മുസ്ലിങ്ങളായിരുന്നു. അപ്പൊ ഇതൊരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്താണ് ഈ പറയുന്ന ഈ സേവാ കേന്ദ്രം വരുന്നത്. അപ്പൊ എങ്ങനെയോ ഇവരുടെ ചെവിയിൽ ഒരു വാർത്ത എത്തി, ഇവർക്ക് ഉച്ചക്കുള്ള ഫുഡ് മേടിക്കുന്ന ആ ഹോട്ടലിൽ പന്നി മാംസം കൂടി പാചകം ചെയ്യുന്നുണ്ട് എന്നൊരു വാർത്ത എങ്ങനെയോ ഇവിടെ ചെവിയിലെത്തി. പ്രിയമുള്ളവരെ, നിങ്ങൾ അറിയോ, അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവരവിടുന്ന് പച്ച വെള്ളം കുടിച്ചിരുന്നു. വൈകുന്നേരം പണിയെടുത്ത് നോക്കിയിട്ടൊക്കെ കംപ്ലീറ്റ് ആക്കി, പക്ഷെ പച്ച വെള്ളം കുടിച്ചിട്ടില്ല. നിങ്ങൾ ഒരു ഹിന്ദു ആയിരിക്കണം ഏത് ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴും, നിങ്ങളൊരു ഹിന്ദു ആയിരിക്കണം ഏത് മുസൽമാന്റെ വീട്ടിൽ ചെല്ലുമ്പോഴും. കാരണം മുസ്ലിങ്ങൾ നമ്മുടെ വീട്ടിൽ വന്നാൽ അവർ അപ്പോഴും മുസ്ലിങ്ങളാണ്. നമ്മളവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായി കൊടുക്കും. പക്ഷേ നമ്മൾ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കോന്തയുടെ കഴുത്തിലിട്ട് നമ്മൾ ക്രിസ്ത്യാനിയാണ്. നമ്മൾ മുസ്ലിമിനെ വീട്ടിൽ ചെന്നാൽ തുർക്കി തൊപ്പി ധരിച്ച് നമ്മൾ മുസ്ലിമാണ്. ഇതെന്ത് ജീവിയാണ്? ഇതിന്റെ പേരാണോ മതേതരത്വം? ഇതിന്റെ പേരല്ല മതേതരത്വം. ഞാൻ എന്റെ ധർമ്മത്തിൽ അഭിമാനിച്ച് അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇതര മതങ്ങളെ ബഹുമാനിക്കണം. മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും മറ്റുള്ളവരെ ആദരിക്കുവാനും അംഗീകരിക്കുവാനും എനിക്ക് കഴിയണം. അപ്പോഴാണ് ഞാൻ ശരിയായ ഹിന്ദുവാകുന്നത്. ഹിന്ദുത്വം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നക്ഷത്രം തൂക്കലോ, നമ്മുടെ വീട്ടിൽ പന്നി ബിരിയാണി പാകം ചെയ്യലോ, നമ്മൾ പന്നി ബിരിയാണി കഴിക്കലോ, നമ്മൾ ബീഫ് ഭക്ഷണം നടത്തലോ ഒന്നുമല്ല ഹിന്ദുത്വം. മറിച്ച് എനിക്കൊരു പാരമ്പര്യമുണ്ട്, എനിക്കൊരു സംസ്കാരമുണ്ട്. അത് ഈ മണ്ണിൽ പിറന്ന സിന്ധു നദീതട സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്ന ഹൈന്ദവ സംസ്കാരമാണ്. അതിന് ചില മാനബിന്ദുക്കളുണ്ട്, അതിന് ചില ജീവിതചര്യകളുണ്ട്. ഉത്തരഭാരതത്തിൽ ചെന്നാൽ ഒരു പശുവിനെ കാണുമ്പോൾ ഏത് കോളേജ് വിദ്യാർത്ഥിയും ഒന്ന് തൊട്ട് നമസ്കരിക്കും. അവന് പശു എന്ന് പറയുന്നത് ഗോമാതാവാണ്. ഇവിടെ വന്നാൽ ഒരു നോട്ടാണ്, 1.5 കിൻഡലാണല്ലോ ഇതുള്ളത് എന്നാണ്. ഇറച്ചിയാണ് നോട്ടം. പ്രായമായ പശുക്കളെ എന്ത് ചെയ്യും? ഗുരുദേവനോട് ചോദിച്ചു ഒരാൾ. ഗുരുദേവൻ പറഞ്ഞു, അമ്മ ഇപ്പോൾ ഉണ്ടോ? അമ്മ ഇപ്പം ഇല്ല, മരിച്ചുപോയി. എന്ത് ചെയ്തു? തിന്നോ കുഴിച്ചിട്ടാണോ? നോക്കൂ, പശുവിനെ അമ്മയെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചാൽ പശുവിന് തൊഴിൽ വെച്ച് പശുവിന് കാര്യം അറിയില്ല. നമ്മൾ അമ്മയായിട്ട് പശുവിനെ കണ്ട കാര്യം മാത്രറിയില്ല, പശുവിനറിയില്ല. പക്ഷെ നമ്മൾ പശുക്കളല്ല. സംരക്ഷിക്കേണ്ട സകലതിനെയും അമ്മയുടെ രൂപത്തിൽ കണ്ടവരാണ് നമ്മൾ ഹിന്ദുക്കൾ. ജനീവയിൽ ലോക ഉച്ചകോടി പരിസ്ഥിതി സമ്മേളനം നടക്കുകയാണ്. അപ്പൊ ഈ പ്രകൃതിയെ മനുഷ്യനിങ്ങനെ മലിനമാക്കുന്നു. നദികളും പുഴകളും പ്ലാസ്റ്റിക്കുകളാൽ നിറഞ്ഞിരിക്കുന്നു. എന്തുണ്ട് വഴി? പ്രകൃതിയെ മനുഷ്യനിങ്ങനെ ദോഹിക്കുന്നതിൽ എന്തുണ്ട് വഴി? അപ്പോൾ ജർമ്മനിയിലെ ഒരു പരിസ്ഥിതി ശാസ്ത്രകാരൻ ഭാരതത്തിന്റെ ഒരു ശ്ലോകം എടുത്ത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, ഒരൊറ്റ പരിഹാരമുണ്ട്, അത് ഭാരതത്തിന്റെ കയ്യിലുള്ള ഒറ്റമൂലിയാണ്. ആ മന്ത്രം ഇതാണ്: സമുദ്രവസനേ ദേവി പർവ്വത സ്ഥലമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറയുന്ന ഹിന്ദു പറയുന്നു, സമുദ്രത്തെ വസ്ത്രമാക്കിയവളെ, പർവ്വതങ്ങളെ സ്ഥലമായി ധരിച്ചവളെ, വിഷ്ണുവിന്റെ പത്നിയായ ഭൂമി ദേവി, നിനക്കെന്റെ നമസ്കാരം അമ്മേ, എന്റെ പാദസ്പർശം ക്ഷമിച്ച. കാല് മുകളിലാക്കിയിട്ട് നടക്കാൻ പറ്റുമോ? ഭൂമിയിൽ ചവിട്ടുന്നതിന് മുമ്പ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് മാതാഭൂമി പുത്രോഹം പൃഥിവ്യ, ഈ മണ്ണിന്റെ അമ്മയാണ്, ഈ മണ്ണിന്റെ പുത്രനാണ് ഞാനെന്ന് പറഞ്ഞ ഹിന്ദു വെള്ളം കിട്ടാത്തൊരു ലോകത്തെ കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും അമ്മയായി കണ്ടു. കടലിനെ കടലമ്മ എന്ന് വിളിച്ചു, ഗംഗയെ ഗംഗാ മാതാവ് എന്ന് വിളിച്ചു. നാം ജനിച്ചതും ജീവിക്കുന്നതും മരിച്ചാൽ ചേരുന്നതും ഈ മണ്ണിലായതുകൊണ്ട് ഈ മണ്ണിനെ മഞ്ഞും മലയും മരുഭൂമിയും നിറഞ്ഞ വെറും ഒരു കരയായി ഭാരതം കണ്ടില്ല. മാതാഭൂമി പുത്രോഹം പൃഥിവ്യ എന്ന് പഠിപ്പിച്ചു. അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം കുടിച്ചു വളർന്ന പാല് പശുവിൻ്റെതായതുകൊണ്ട് നാം ആ സാധുമുഖത്തിനൊരു പേര് കൊടുത്തു, ഗോമാതാവ്. പാലും മോരും തൈരും നെയ്യും വെണ്ണയുമായിട്ട് കാർഷിക രാജ്യത്തിന്റെ ഭാരതത്തിന്റെ നട്ടലായി വർത്തിക്കുന്ന ചാണകവും ഗോമൂത്രവും നമുക്ക് പ്രദാനം ചെയ്യുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പര്യായം ഗോപാലകൃഷ്ണൻ എന്നാകുന്ന ഗോക്കളെ പരിപാലിച്ചുകൊണ്ട് രാഷ്ട്ര സംവിധാനത്തെ കെട്ടിപ്പടുത്ത മഹാവിഷ്ണുവിന്റെ 9ാമത്തെ അവതാരം പിറന്ന ഈ മണ്ണിൽ
ആ ഗോപാലന്റെ മണ്ണിൽ ആ സാധുമൃഗത്തെ അമ്മയായി കണ്ട് ആരാധിക്കുവാൻ പഠിപ്പിച്ച സംസ്കാരത്തിന് നേരെ വെല്ലുവിളി ഉയർത്തുന്ന കേരളത്തിലെ ഹിന്ദു നമ്മളോട് ചോദിക്കുന്നു, പശു നിന്റെ അമ്മയാണെങ്കിൽ മൂരി നിന്റെ അച്ഛനാണോ എന്ന്. ചിദാനന്ദപുരി സ്വാമികളോട് കണ്ണൂരിൽ വെച്ചൊരാൾ ചോദിച്ച ചോദ്യം. സ്വാമിജിയും ഈ സമദൂര സിദ്ധാന്തത്തിന്റെ ആളാണ്. സ്വാമിജി ഒരു സംശയം ചോദിക്കാനുണ്ട്. സ്വാമിജി പറഞ്ഞു, ചോദിച്ചോളൂ, അറിയാമെങ്കിൽ പറയാം. എല്ലാത്തിനും സ്വാമിജി മറുപടി പറയും. ചോദ്യം: ഈ ഹിന്ദുക്കളുടെ അമ്മ പശുവാണെങ്കിൽ അച്ഛൻ മൂരിയാണോ? സ്വാമി പറഞ്ഞു, മൂരിക്ക് കൂട്ടി ഉണ്ടാവില്ലെന്നറിയുക മൂരിയായി പോലുള്ളതാണ്. ഈ മൂരി കൂട്ടി ഉണ്ടാവില്ല. കാളയുടെ പ്രത്യുൽപാദന ശേഷി തകർത്തിട്ടാണ് ഇതിനെ മൂരിയാക്കിയത്. കാളയാണോ ഹിന്ദുവിന്റെ അച്ഛൻ എന്ന് ചോദിച്ചാൽ ധൈര്യപൂർവ്വം ഹിന്ദുക്കൾ പറയണം, കാളയാണ് ഞങ്ങളുടെ അച്ഛൻ, പരമേശ്വരന്റെ വാഹനമാണ് കാള. കാളയുടെ 4 കാലുകൾ ധർമ്മം, മർത്തം, കാമം, മോക്ഷം എന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങളാണ്. ആ ധർമ്മത്തിന്റെ വാഹനമാണ് കാള. ധർമ്മം ആണ് ഹിന്ദുവിന്റെ അച്ഛൻ. അതുകൊണ്ട് ഞങ്ങളുടെ അച്ഛനാരാണ്? കാളയാണ്. ഒരു പോലീസ് നമ്മൾ പിടിയില്ല. അമ്മ പശുവാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രാകൃതമാകുന്നത്? എങ്ങനെയാണ് അപരിഷ്കൃതമാകുന്നത്? സംരക്ഷിക്കപ്പെടേണ്ട സകലനെയും അമ്മയുടെ രൂപത്തിൽ ദർശിക്കുന്നത് തെറ്റാണോ? അമ്മയായിട്ട് കണ്ടുകരുതി ആരാധിക്കുന്ന മാതൃദേവോ ഭവ എന്ന് പറയുമ്പോൾ 1000 നദികൾ ഒഴുകിച്ചേർന്നാലും വേലിയേറ്റങ്ങളില്ലാതെ എല്ലാം തന്നിൽ തന്നെ ഒതുക്കുന്ന മഹാസമുദ്രങ്ങളെ പോലെയാകുന്നു അമ്മ. എത്ര വലിയ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായാലും എല്ലാം തന്നിൽ തന്നെ ഒതുക്കി ഒട്ടും തുളുമ്പാത്ത പരമമായ സഹനശക്തിയുടെ അവതാരമായി നിലകൊള്ളുന്നവൾ ആരോ അവൾ അമ്മ. മലമൂത്ര വിസർജ്യാദികൾ കൊണ്ട് നാം അഭിഷേകം ചെയ്തപ്പോഴും മധുസമാന മനോഭാവ വൃത്തിക്കുടമയായവൾ ആരോ അവൾ അമ്മ. 10 മാസം നമ്മയെല്ലാം ധരിച്ച ദരിദ്രിയാണവൾ, ജനിപ്പിച്ച ജന്മിയാണവൾ. അതുകൊണ്ട് ഭാരതം പറഞ്ഞു, മാതൃദേവോ ഭവായ്. അമ്മയാണ് ഒന്നാമത്തെ ദൈവം. ആ അമ്മയുടെ രൂപത്തിൽ പ്രകൃതിയെ കണ്ടു, ഭൂമിയെ കണ്ടു, കടലിനെ കണ്ടു, രാഷ്ട്രത്തെ കണ്ടു, ആകാശഗംഗയായി കണ്ടു, വേദത്തെ ശ്രുതി മാതാവായി കണ്ടു, അറിവിനെ പോലും അമ്മയായി കണ്ട ആ മഹത്തായ പാരമ്പര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുവാൻ പരിശ്രമിക്കുന്ന ക്ഷുദ്രശക്തികളെ നാം തിരിച്ചറിയണം. ആ ക്ഷുദ്രശക്തികളെ തിരിച്ചറിഞ്ഞ് തോൽപ്പിക്കുവാൻ കാലമേൽപ്പിച്ച നിയോഗം ആരിലാണ്? നമ്മളിലാണ്. നമ്മുടെ പൂർവ്വ തലമുറ അവിടെ ജീവൻ ബലിദാനം നൽകിക്കൊണ്ട് ഈ സംസ്കാരത്തെ സംരക്ഷിച്ചു. ശില്പികളിടം പോലെയുള്ള ആളുകൾ പറയും, 700 വർഷക്കാലം ഇസ്ലാമിക രാജാക്കന്മാർ ഈ നാട് ഭരിച്ചിട്ടും ഇതൊരു ഇസ്ലാമിക രാജ്യമാക്കിയില്ലല്ലോ എന്ന്. അവരുടെ ഔദാര്യമൊന്നുമല്ല, നമ്മൾ നിന്നുകൊടുക്കാത്തതുകൊണ്ടാണ്. ഗ്രീക്കും റോമും ഈജിപ്തും മെസൊപ്പൊട്ടോമിയും ബാബിലോണിയൻ സംസ്കാരങ്ങളെല്ലാം തന്നെ ഈ മതവെറിയന്മാർ തകർത്ത് തരിപ്പണമാക്കി ആ നാടിന്റെ സംസ്കാരത്തെ മുച്ചൂട് നശിപ്പിച്ചു. 700 വർഷക്കാലം 40 ലക്ഷം ഹിന്ദുക്കൾ ജീവൻ ബലിദാനം നൽകി. 30,000-ൽ പരം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. അയോധ്യയും കാശിയും മധുരയും അടക്കം 3000 ക്ഷേത്രങ്ങൾ പള്ളികളായി രൂപാന്തരപ്പെട്ടു. 700 വർഷക്കാലത്തെ ഇസ്ലാമിക മതഭ്രാന്തിന്റെ പടയോട്ടത്തിന് ശേഷം ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, തുർക്കികൾ, അറബികൾ 947 ഓഗസ്റ്റ് 15-ാം തീയതി സായിപ്പിൽ മണ്ണ് വിട്ട് പോകുന്നത് വരെ BC 326-ൽ മാസിഡോണിയയിൽ അലക്സാണ്ടറിൽ തുടങ്ങി യവന്മാരും ശാക്കന്മാരും ഹൂണന്മാരും കുശാനന്മാരിലൂടെ ആരംഭിച്ച ആ അക്രമത്തിന്റെ 2300 വർഷക്കാലത്തെ ചരിത്രം രേഖപ്പെടുത്തിയ അക്രമ പരമ്പരയുടെ മണ്ണാണ് എന്റെ രാഷ്ട്രത്തിന്റെ ചരിത്രം. 2300 വർഷക്കാലത്തെ നിരന്തര വൈദേശാക്രമണത്തിന് ശേഷവും 80% ഹിന്ദുക്കൾ ഇന്നും ജീവിക്കുന്ന ഈ ഭാരതം ഇന്നും നിലനിൽക്കുന്നുവെങ്കിൽ ആ മണ്ണിന്റെ മറ്റൊരു പേരാണ് സനാതനം. ഒരിക്കലും നശിക്കാത്തത് എന്ന്. ഈ മണ്ണിനെ ഒരിക്കലും നശിപ്പിക്കുവാൻ കഴിയില്ല. ഒരു 10-40 വർഷം മുമ്പ്, 30 വർഷം മുമ്പ് ഞങ്ങളുടെ എല്ലാം നാട്ടിൽ ഒരു ഇഷ്ടികയുമായിട്ട് കുറെ കർഷകന്മാർ വന്നു. എൻ്റെ അച്ഛനൊക്കെ ചോദിച്ചു, എന്താ പരിപാടി? അപ്പൊ പറഞ്ഞു, ഇത് അയോധ്യയിലേക്കുള്ള ശിലപൂജിക്കുകയാണ്. അപ്പോ ഞങ്ങളുടെ നാട്ടുകാർ ചോദിച്ചു, അവിടെ ഒന്നും കല്ല് കിട്ടാനില്ലേ, നിങ്ങൾ കേരളത്തിൽ നിന്ന് കല്ല് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന്. ചന്ദനവും കുങ്കുമവും പൂശിയ ഈ ഇഷ്ടികകളുമായിട്ട് വീടുകളിൽ വന്നിട്ട് ഇത് രാമക്ഷേത്രം പണിയുവാനുള്ള ഇഷ്ടികകളാണെന്ന് പറഞ്ഞപ്പോൾ പുച്ഛിച്ച് പരിഹസിച്ച് ആട്ടി ഓടിച്ചവർ ഇന്നറിയുന്നു, അതേ കല്ലുകൾ കൊണ്ട് തന്നെയാണ് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന്. ചാലഞ്ച് ആൻഡ് റെസ്പോൺസ്. വെല്ലുവിളികൾ എന്നും ഉണ്ടാവും. ഹിന്ദുക്കൾ എന്നും അതിനെ അതിജീവിച്ചിട്ടുണ്ട്. അക്രമികളെ മുഴുവൻ തുരത്തിയിട്ടുണ്ട് ഹിന്ദുക്കൾ. അതുകൊണ്ടാണ് കവികൾ പാടിയത്,
എന്തെന്തുഗ്ര വിപത്തുകൾ നമ്മെ ചീറിയെടുത്തു നൂറ്റാണ്ടായി. എത്ര ഭയങ്കര ശത്രു പരമ്പര തീയും വാളുമെടുത്തെത്തി. ഉലകം വെല്ലും പോർവിളി പൊങ്ങി തണയും രാക്ഷസഗർഭങ്ങൾ. പണവും താഴ്ത്തി അടങ്ങിയതില്ലേ ഹൈന്ദവ വീര്യം ദർശിക്കേ. ആ ഹൈന്ദവ വീര്യത്തെ തിരിച്ചു പിടിക്കണം. രാമന്റെ കൃഷ്ണന്റെ രക്തം സിരകളിൽ ഒഴുകുന്ന നമ്മൾ ത്വംഹി ദുർഗാ ദശപ്രഹരണധാരിണി എന്ന് പറഞ്ഞ് 10 കൈകളിൽ ആയുധം ധരിച്ച ദുർഗാദേവിയെ ആരാധിക്കുന്ന നമ്മൾ ഗ്രീക്കും റോമും ഈജിപ്തും മെസപ്പൊട്ടോമിയയും ബാബിലോണിയൻ സംസ്കാരങ്ങളെല്ലാം തന്നെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടും 2300 വർഷക്കാലത്തെ നിരന്തര വൈദേശികാക്രമണത്തിനു ശേഷവും ഈ ഭാരതം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ കന്യാകുമാരിയിൽ ജീവിക്കുന്നവൻ കാശ്മീരിൽ ജീവിക്കുന്നവനെ കണ്ടപ്പോൾ നമസ്തേ എന്ന് പറഞ്ഞാൽ ഉടനെ മറുപടി നമസ്കാരം എന്നാണെങ്കിൽ, ഭാരതത്തിൽ എവിടെ ജീവിക്കുന്ന ഹിന്ദുവും മോക്ഷം ലഭിക്കുവാൻ വേണ്ടി മരിക്കാൻ പോകുന്നത് കാശിയിലാണെങ്കിൽ, കന്യാകുമാരിയിൽ ജീവിക്കുന്നവനും കാശ്മീരിൽ ജീവിക്കുന്നവനും പിതൃതർപ്പണത്തിന് വേണ്ടി രാമേശ്വരത്തേക്ക് വരുന്നുവെങ്കിൽ, അയോധ്യയിൽ ജനിച്ച രാമന്റെ ഭാര്യ കുളിച്ചത് ഈ സീതത്തോടെന്ന പത്തനംതിട്ട ജില്ലയിലാണ് എങ്കിൽ രാമനും കൃഷ്ണനും മരിക്കുന്നില്ല. ഈ സനാതന ധർമ്മത്തിന് ഒരിക്കലും നാശവുമില്ല. കാരണം ഇത് സംരക്ഷിക്കുവാൻ ഓരോ കാലഘട്ടത്തിലും ആളുണ്ടായിട്ടുണ്ട്. ഗീതയിൽ ഭഗവാൻ പറയും, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം, നല്ല ജനങ്ങളുടെ സംരക്ഷണത്തിനും വിനാശായ ചതുഷ്കൃത ദുഷ്ടജനങ്ങളുടെ നാശത്തിനും ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മത്തിന്റെ സംരക്ഷണത്തിനും സംഭവാമി യുഗേ യുഗേ, ഞാൻ യുഗയുഗങ്ങളായിട്ട് അവതരിച്ചു കൊണ്ടേയിരിക്കും. ഇത് കലിയുഗം 5125. സത്യയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും കഴിഞ്ഞ് 4,20,000 വർഷത്തിലധികമുള്ള കലിയുഗത്തിന്റെ ആദ്യത്തെ 5125 വർഷത്തിൽ വന്നു നിൽക്കുമ്പോൾ ഭഗവാൻ കൽക്കിയായിട്ട് വരണം. പക്ഷെ വെയിറ്റ് ചെയ്യണ്ട, ഭഗവാൻ എപ്പോഴെങ്കിലും വരട്ടെ. നാം ആരാവണം? ത്രേതായാം മന്ത്രശക്തിശ്ച ജ്ഞാനശക്തി കൃതേ യുഗേ ദ്വാപരേ യുദ്ധശക്തിശ്ച സംഘേ ശക്തി കലോയുഗേ. ഇത് കലിയുഗം. കലിയുഗത്തിൽ സംഘടനാ ശക്തി കൊണ്ടാണ് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് 1 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇത്ര ഉജ്ജ്വലമായി നടക്കുന്നതെങ്കിൽ അതിന്റെ പിറകിൽ ഒരു സംഘടനാ ശക്തിയുണ്ട്. ആ സംഘടനാ ശക്തി കൊണ്ട് ധർമ്മം സംരക്ഷിക്കണം. ശബരിമലയിൽ രഹന ഫാത്തിമ ചെന്നപ്പോ നമ്മളോട് ചോദിച്ചു, നിങ്ങളുടെ അയ്യപ്പന് ശക്തിയില്ലേ? ഉണ്ട്. അയ്യപ്പന്റെ കയ്യിൽ പുലിയില്ലേ? ഉണ്ട്, കുറെ പുലിയുണ്ട്. ഒരു പുലിയെ പമ്പയിലേക്ക് അയച്ചാൽ പോരെ? രഹന ഫാത്തിമയെ പുലി പിടിക്കില്ല. അയ്യപ്പന്റെ കയ്യിൽ പുലിയുണ്ട്, അയ്യപ്പന് ശക്തിയുമുണ്ട്. പക്ഷെ അയ്യപ്പന് പ്രശ്നം വന്നാൽ അയ്യപ്പനെ പമ്പയിലേക്ക് ഇറങ്ങി വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം ഞങ്ങളുള്ളപ്പോൾ അയ്യപ്പൻ പണിയെടുക്കരുത്. ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധിശക്തി പരാക്രമോഷടേതേ പ്രവർത്തന്തേ ദൈവം തത്ര പ്രകാശേ. ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമം, ഈ 6 ഗുണങ്ങൾ ആരിലൂടെ പ്രകാശിക്കുന്നുവോ അവനിലൂടെയാണ് ഞാൻ പ്രകാശിക്കുക, ഞാൻ പ്രവർത്തിക്കുക. അതുകൊണ്ട് നമ്മൾ തന്നെ പോകണം രഹന ഫാത്തിമയെ തടുക്കാൻ. ഭഗവാൻ നമ്മളിലൂടെയാണ് പ്രവർത്തിക്കുക. അങ്ങനെ 30 കോടി ദൈവങ്ങളെ പ്രതിഷ്ഠിച്ച ഓരോ ക്ഷേത്രങ്ങളും ഉജ്ജ്വലമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഹിന്ദുക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരല്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നവരെയാണ് നമുക്ക് ആവശ്യം. അങ്ങനെ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. രാമന്റെ കാലത്തും കൃഷ്ണന്റെ കാലത്തും പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് സുന്ദരമായ ഒരു നല്ല മുഹൂർത്തത്തെ ജീവിതത്തിൽ ആവിഷ്കരിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 22-ാം തീയതി പ്രാണപ്രതിഷ്ഠയെ നടത്തിയ ഒരു നവഭാരതത്തിൽ നാം ജീവിക്കുമ്പോൾ 2047 സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വാർഷികത്തിൽ ഭാരതം ലോകത്തിൽ നമ്പർ 1. ഇന്ന് 5-ാം സ്ഥാനത്താണല്ലേ. ഇന്ന് ലോകത്തിലെ സാമ്പത്തിക ശക്തിയിൽ 5-ാം സ്ഥാനത്തുള്ള ഭാരതം 2030 ആകുമ്പോഴേക്ക് 3-ാം സ്ഥാനത്ത്. 47-നുള്ളിൽ വികസിത ഭാരതം 1-ാം രാജ്യത്ത് 1-ാം സ്ഥാനത്ത്, ലോകത്തിലെ നമ്പർ 1 വികസിത രാജ്യമായി എന്റെ ഭാരതം മാറുമ്പോൾ, മുമ്പ് 1528 മുതൽ നാം പാടിയൊരു പാട്ട്
അത് ഡേറ്റ് കഴിഞ്ഞു പോയൊരു പാട്ടായി മാറി. കഴിഞ്ഞ 22-ാം തീയതി ഏതായിരുന്നു പാട്ട്? അയോധ്യയിൽ രാമക്ഷേത്രം പൊളിച്ചപ്പോൾ ഹിന്ദുക്കൾ ഹിന്ദിയിൽ പാടിയ പാട്ടാ. എല്ലാ ഭാഷയിലും ആ പാട്ടുണ്ടായി. കോടി കോടി ഹിന്ദു മനസ്സിൽ ആവേശം നാം സൃഷ്ടിക്കും, രഘുവരനാണേ സത്യം, രഘുവരനാണേ സത്യം, ക്ഷേത്രം അവിടെ നിർമ്മിക്കും, രാമക്ഷേത്രം നിർമ്മിക്കും, ശ്രീരാമക്ഷേത്രം നിർമ്മിക്കും. 500 കൊല്ലം പഴക്കമുള്ള പാട്ടായിരുന്നു ഈ പാട്ട്. ഇനി പാടരുത് കേട്ടോ, ഡേറ്റ് കഴിഞ്ഞ് പോയ പാട്ടാ. കഴിഞ്ഞ 22-ാം തീയതി 500 കൊല്ലം നാം പാടിയ പാട്ട്, ഭാരതത്തിലെ എല്ലാ ഭാഷകളിലും ഹിന്ദുക്കൾ പാടിയ പാട്ട്, അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ കഴിഞ്ഞ 100 വർഷത്തിന് മേലെയായി, 75 വർഷത്തിന് മേലെയായി ഹിന്ദുക്കൾ പാടുന്ന ഒരു പാട്ടുണ്ട്. അത് മറ്റൊരു പാട്ടാണ്. അതേതാണ്? കൂരിരുൾ നീങ്ങും പ്രഭാതമാകും, വീണ്ടും ഭാരതമൊന്നാകും, അഖണ്ഡ ഭാരത മാതാ കീ ജയ, ഘോഷം പൊങ്ങും പുനരെങ്ങും, മാനസകോടികളൊന്നായി ചേർന്നാൽ മാമല പോലും മലരല്ലേ, ദേശപ്രേമം ജ്വലിച്ചുയർന്നാൽ വാരിധി പോലും വരളില്ലേ, രാഷ്ട്രശക്തി തൻ പ്രളയജലത്തിൽ കൃത്രിമ ഭിത്തികൾ തകരില്ലേ, ദുസ്സഹമാമി ദുരന്ത ചിത്രം ദുസ്വപ്നം പോൽ മറയില്ലേ. 15 കോടി ഹിന്ദുക്കളുടെ ദയനീയ വധത്തിനു കാരണമായ ഭാരതത്തിന്റെ വിഭജനം, പാകിസ്ഥാന്റെ ജന്മം, വീണ്ടും പാകിസ്ഥാൻ ഭാരതത്തിൽ ലയിക്കാതെ എങ്ങോട്ട് പോകാൻ? 2 തലമുറകൾക്ക് ശേഷം 2080ഓടുകൂടി കൂരിരുൾ നീങ്ങും പ്രഭാതമാകും, വീണ്ടും ഭാരതമൊന്നാകും. അഫ്ഗാനിസ്ഥാൻ ഗാന്ധാരദേശം, പാകിസ്ഥാൻ പാഞ്ചാലദേശം, ബംഗാളദേശം ബംഗ്ലാദേശ്, ബ്രഹ്മപ്രദേശം മ്യാൻമാർ, എല്ലാം എൻ്റെ ഭാരതത്തിൽ ലയിക്കുന്ന 64 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന എൻ്റെ ഭാരതം തിരിച്ചു വരുന്ന ഒരു നല്ല ഭാവിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മതങ്ങളെല്ലാം ലോകത്തിൽ രക്തപ്പുഴ ഒഴുക്കി മതങ്ങളെയെല്ലാം സ്വാംശീകരിച്ചവനാണ് ഹിന്ദു. എല്ലാ മതങ്ങളെയും തന്നിൽ ലയിപ്പിക്കുവാൻ കഴിഞ്ഞവനാണ് ഹിന്ദു. ആ തിരിച്ചറിവിന്റെ പാതയിലൂടെ നമ്മുടെ ഇസ്ലാമിക ക്രൈസ്തവ സോദരങ്ങൾ സഞ്ചരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവരെയും ഒന്നിപ്പിക്കാം. അന്ത്യജനും അഗ്രജനും വർഗവും വർണ്ണവുമില്ലാത്ത സമത്വ സുന്ദരമായ ഒരു ഭാരതത്തെ സ്വപ്നം കാണുന്ന, ഉജ്ജ്വലമായ ഭാവിയെ കുറിച്ച് ഓർക്കുന്ന, വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞ, കൃണ്ണുന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്ര എന്ന് പറഞ്ഞ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ, സർവേപി സുഖിന സന്തു എന്ന് പറഞ്ഞ ആ സനാതന ധർമ്മത്തിന്റെ മഹത്തായ ഭാരതരാഷ്ട്രം തിരികെ പിടിക്കുവാൻ ഹിന്ദുക്കൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ട എന്റെ ധർമ്മം, എന്റെ സവിശേഷത, എന്റെ പ്രത്യേകതകൾ, ആ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ നൂറ്റാണ്ടുകൾ പിന്നിട്ട ഈ മഹത്തായ സംരംഭത്തിൽ ഇവിടെ സംസാരിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ടും ഇതിന്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ശ്രീറാം. 112ാമത് ഈ പരിഷത്ത് ആരംഭിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വൈസ് പ്രസിഡന്റുമാർ, ജോയിന്റ് സെക്രട്ടറിമാരുടെ മനസ്സിൽ വന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ ഒന്നാമത്തേത് ചട്ടമ്പി സ്വാമിയുടെ ശതാബ്ദി ആഘോഷം, ചരമ ശതാബ്ദി ആഘോഷം. അത് ആരംഭിച്ചതിന് ശേഷമാണ് ഈ സമ്മേളനം തുടങ്ങുന്നത്. സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് സുബ്രഹ്മണ്യൻ്റെ നാളിൽ സദാനന്ദ സ്വാമിയുടെ 100ാം ചരമവാർഷികം, അവിടെ ഞങ്ങൾ പുഷ്പാർച്ചന നടത്തി. ചട്ടമ്പി സ്വാമി തിരുവടികളുടെ ആ സ്മൃതി മണ്ഡപത്തിനും പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമാണ് ഈ സമ്മേളനം ആരംഭിക്കുന്നത്.
ഈ ഹിന്ദുമത മഹാമണ്ഡലത്തിൽ ഭാരതം എങ്ങനെ അമൃത കുടുംബം എന്ന വിഷയത്തെ ആസ്പദമാക്കി അഹമാത്മ ഗൂഢാവേശു സർവഭൂത ശയസ്ഥിത അഹമാദിത്യവൃദ്ധഞ്ച ഭൂതാനാമന്ത ഏതജ ദൈവത്തെ മുൻനിർത്തി ഗീതയിലെ ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണൻ്റെ ആ വചനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ആ പ്രധാനപ്പെട്ട വചനങ്ങൾ ഇവിടെ പ്രശോഭിച്ച ആചാര്യൻ രാജേഷ് നാദാപുരം അവരുടെ കാൽപ്പാടുകളിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കൃതജ്ഞത സ്വാഗതം പറഞ്ഞ സദാശിവൻ പിള്ളയ്ക്കും എൻ്റെ ഒരു ബന്ധു കൂടിയാണ്, അദ്ദേഹത്തിനും കൃതജ്ഞത അർപ്പിക്കുന്നു. അതോടൊപ്പം ഇതിൻ്റെ പ്രസിഡൻറ്റ്, ഇതിൻ്റെ വൈസ് പ്രസിഡൻറ്റുമാർ, ജോയിൻറ്റ് സെക്രട്ടറിമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ജനറൽ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും കൃതജ്ഞത അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ പ്രസ്ഥാനത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമാകുന്ന ഇതിൻ്റെ അംഗങ്ങൾക്കും കൃതജ്ഞത സർവാത്മന അർപ്പിച്ചുകൊണ്ട് വിരമിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഗൈതമായ നമസ്കാരം.